യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവശക്തന നിത്യനുമായ സർവേശ്വര, ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ. ഈ ദിവ്യമാതാവിനെ നിനച്ച് സന്തോഷിച്ചിരിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളയണമേ. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസധൈര്യപ്പെട്ട് തിങ്കൾ ഞാൻ അണയുന്നു. നെടുവേർപ്പെട്ട് വിലപിച്ച കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളയണമേ. ആമേൻ. മിസ്സിയോ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങൾക്ക് നേടിത്തുന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യാനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസ്സിയോ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്സിയോ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീക്ഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസ്സിയോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതങ്ങളിൽ നിന്നും അഗ്നിയായി വരണേ. വരദാന ഫലധാരേകാൻ വരദായക വേഗം വരണേ. ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. നിന്നെ കൂടാതൊന്നും ചെയ്തിടുവാൻ ഞങ്ങൾക്കിന്നാകില്ല സ്നേഹരുവാ. നിന്നെ കൂടാതൊന്നും ചെയ്തിടുവാൻ ഞങ്ങൾക്കിന്നാകില്ല സ്നേഹരുവാ. സ്നേഹപ്രകാശമായി നീ വരണേ. സ്നേഹ ചൈതന്യം ചൊരിഞ്ഞിടണേ. സ്നേഹപ്രകാശമായി നീ വരണേ. സ്നേഹ ചൈതന്യം ചൊരിഞ്ഞിടണേ. ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ഞങ്ങൾ
നിറയണമേ. നിന്നെ കൂടാതൊന്നും ചെയ്തിടുവാൻ ഞങ്ങൾക്കിന്നാകില്ല സ്നേഹരൂപ. ദൈവപിതാവിനെ സ്വീകരിക്കാൻ അവിടുത്തെ വചനങ്ങൾ പങ്കുവയ്ക്കാൻ വിജ്ഞാനം ഞങ്ങൾ കേകിടണേ. നിത്യവിശ്വാസമായി നീ വരണേ. വിജ്ഞാനം ഞങ്ങൾ കേകിടണേ. നിത്യവിശ്വാസമായി നീ വരണേ. ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. അത്യുന്നതങ്ങളിൽ നിന്നും അഗ്നിനാളങ്ങളായി വരണേ. വരദാന ഫലധാരയേകാൻ വരദായക വേഗം വരണേ. ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 28, 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മിസ്സിയോ പ്രിലിംസിന്റെ 20ാം ബാച്ചിന്റെ കൺക്ലൂഡിംഗ് സെഷനിലായിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. 10 ആഴ്ചക്കാലം നീണ്ടുനിന്ന അടിസ്ഥാന സുവിശേഷ പ്രഘോഷണത്തിന്റെ വിജയത്തിനായും നന്ദി പറയുന്നു. വിളവേറെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ വിളവിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ എന്ന വചനം നെഞ്ചിലേറ്റി മാമോദിസ സ്വീകരിച്ച ഓരോ ക്രൈസ്തവ വിശ്വാസികളുടെയും കടമയാണ് സുവിശേഷ പ്രഘോഷണമെന്ന് നമ്മെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് സുവിശേഷമാകാനും സുവിശേഷമേകാനും വിളിക്കപ്പെട്ടവരായി ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഈശോയെ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും പ്രഘോഷിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം അങ്ങേയറ്റം വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും കൂടി നിർവഹിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും പകർന്നു നൽകണമേ. ഞങ്ങളുടെ രക്ഷാധികാരിയായ അഭിവന്യ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെയും ആനിമേറ്റർ അഗസ്റ്റിൻ മുകിന്ത്യത്തച്ഛനെയും ടീം ലീഡർ ആലീസ് കുട്ടി ചേച്ചിയെയും എല്ലാ റിസോഴ്സ് ടീമിനെയും മെന്റേഴ്സിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൂം പ്ലാറ്റ്ഫോം സ്പോൺസർ ചെയ്ത നവീനെയും കുടുംബത്തെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ സമർപ്പിക്കുന്നു. ഈ 10 ആഴ്ചക്കാലവും സമാപനാശീർവാദം നൽകിയ ബഹുമാന്യരായ എല്ലാ വൈദികരെയും
ആധ്യാത്മിക നിറവ് നൽകി അനുഗ്രഹിക്കണമേ. ഈശോ നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. അടുത്ത 21ാമത്തെ ബാച്ചിനെ അങ്ങേ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യാതൊരു തടസ്സവും കൂടാതെ ഇത് ഭംഗിയായി നടക്കുന്നതിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിസിയോ പ്രിലിംസിന്റെ 20ാമത്തെ ബാച്ചിന്റെ കൺക്ലൂഡിംഗ് സെഷനിലേക്ക് ദൈവനാമത്തിൽ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ട നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യും. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മിസിയോട് ചേർന്ന് നിന്ന് 7 നിത്യസത്യങ്ങൾ നാം ആഴത്തിൽ മനസ്സിലാക്കുകയുണ്ടായി. ആ ദൈവാനുഭവവും സന്തോഷവും ഷെയർ ചെയ്യാനായിട്ടാണ് നാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നേ ദിവസം കൺക്ലൂഡിംഗ് സെഷനിൽ നാം ആയിരിക്കുമ്പോൾ മർക്കോസ് 16-ാം അധ്യായം 15-ാം തിരുവചനം നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച ആഹ്വാനത്തിന് പ്രത്യുത്തരമായി നമ്മുടെ ജീവിതം സുവിശേഷത്തിനായി വരമേൽപ്പിക്കാം. ഇന്നേ ദിവസം മാതാവിനോടൊപ്പം കൊണ്ടു ചെല്ലുവാൻ നമ്മെ സഹായിച്ച ബെഥനി സിസ്റ്റേഴ്സിനെ ഏറെ സ്നേഹത്തോടു കൂടെ നന്ദി പറയുന്നു. വളരെ മനോഹരമായ ഗാനത്തോടെ നമ്മെ പ്രാർത്ഥനയിലേക്ക് നയിച്ച സാന്താ മാനൻസ് ആന്റിയെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. മിസിയോ പ്രാർത്ഥനയും ബൈബിൾ റീഡിങ്ങും ചെല്ലിയ ജെസി തോമസ് ആന്റിക്ക് നന്ദി പറയുന്നു. മിസിയോയുടെ രക്ഷാ അധികാരിയും ഷിക്കാഗോ രൂപതയുടെ മെത്രാനുമായ മാർ ജോയ് ആലപ്പാട്ട് പിതാവ് ഇവിടെ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. പിതാവിനെ ഏറെ സ്നേഹ ബഹുമാനത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. വൈൻഡപ്പ് മെസ്സേജ് നൽകാനായി എത്തിച്ചേർന്നിരിക്കുന്ന മിസിയോ ടീമിന്റെ ആനിമേറ്റർ ഫാദർ അഗസ്റ്റിൻ മുണ്ടിയത്ത് CMF അച്ഛനെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫൈനൽ ബ്ലെസ്സിങ്ങും പ്രേയറും നൽകാനായി എത്തിച്ചേർന്നിരിക്കുന്ന ഫാദർ സിബി ഞാവള്ളിക്കുന്നേൽ അച്ഛനെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മെ എല്ലാവരെയും ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആലിസ് കുട്ടി ആന്റിയെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇവിടെ ആയിരിക്കുന്നത് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, റിസോഴ്സ് ടീം അംഗങ്ങൾ, മെന്റേഴ്സ്, കോർഡിനേറ്റേഴ്സ് എല്ലാവരെയും ഏറെ സ്നേഹത്തോടു കൂടി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണവും പാർട്ടിസിപ്പേഷനുമാണ് ഈ കൂട്ടായ്മയുടെ വിജയം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട്, വിവിധ ടൈം സോണുകളിൽ ഇരുന്നു കൊണ്ട് തിരക്കുകളെല്ലാം മാറ്റിവെച്ച് താല്പര്യപൂർവ്വം ഓൺലൈൻ കൂട്ടായ്മയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ ദൈവനാമത്തിൽ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി മിസിയോ എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ മെന്റർ ആയിരുന്ന മിസിയോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായി ജെയിനെ ലൂക്കിനെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജെയിൻ, കോതമംഗലം രൂപത, തൊടുപുഴ മുതലക്കടം സെന്റ് ജോർജ് ഫൊറോന ചർച്ച് ഇടവകാംഗമാണ്. ഭർത്താവ്, ബേബി, 3 മക്കൾ. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപന ജോലിയിൽ നിന്നും ഞാൻ വിരമിച്ചു. ഞങ്ങളുടെ ഇടവകയിൽ മിസിയോ ടീമിന്റെ ബൈബിൾ കോഴ്സ് നടന്നപ്പോൾ അതിൽ പങ്കെടുക്കുവാൻ എനിക്ക് സാധിക്കുകയും 7 നിത്യസത്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനും കഴിഞ്ഞു. മിസിയോയുടെ 18ാമത്തെ ബാച്ചിൽ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുകയും 18, 19, 20 ബാച്ചുകളിൽ മെന്ററായി പ്രവർത്തിക്കുന്നതിനും ദൈവം എനിക്ക് അവസരം തന്നു. 2 തവണയായി തൊടുപുഴ സേവിയേഴ്സ് ഹോമിൽ നടത്തിയ മിസിയോ ബൈബിൾ കോഴ്സിലും പങ്കെടുത്തു. 10 ആഴ്ചകളിലൂടെ ഒരു കുടുംബമായി 7 നിത്യസത്യങ്ങളെ കുറിച്ചുള്ള ഒരു ആത്മീയ യാത്രയാണ് മിസിയോ ഓൺലൈൻ കോഴ്സ്. ഓരോ ആഴ്ചയിലും ഓരോ നിത്യസത്യത്തെക്കുറിച്ച് ബൈബിൾ കേന്ദ്രീകൃതമായി ആഴത്തിൽ പഠിക്കുന്നതിനും വചനവിചിന്തനം നടത്തുന്നതിനും എനിക്ക് സാധിച്ചു. 1 പത്രോസ് 5:6 നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ദൈവം എന്നെ വ്യക്തിപരമായി വ്യവസ്ഥകളില്ലാതെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്നുവെന്നും എനിക്കത് അനുഭവിച്ചറിയുവാൻ കഴിയാത്തത് എൻ്റെ പാപാവസ്ഥയിലാണെന്നും എന്നെ വീണ്ടെടുത്ത് സ്വന്തമാക്കുവാനായി 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കുരിശിൽ മരിച്ചു ഉയർത്ത് സ്വർഗാരോഹണം ചെയ്തതിലൂടെ നമ്മുടെ പാപകടങ്ങൾ വീട്ടിൽ കഴിഞ്ഞതാണെന്നും ആ രക്ഷ സ്വന്തമാക്കുവാൻ യേശുവിനെ
രക്ഷകനും കർത്താവും ക്രിസ്തുവുമാണെന്നുള്ള ബോധ്യത്തിൽ വളരുന്നതിനും ഈ കോഴ്സിലൂടെ എനിക്ക് സാധിച്ചു. പൂർണ്ണമായ മാനസാന്തര അനുഭവം ആസ്വദിക്കുവാനും മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുന്നതിനും എനിക്കും എൻ്റെ ബാച്ചിലുള്ള എല്ലാവർക്കും അനുഭവവേദ്യമായി. മുൾച്ചെടി താഴ്ത്തണ്ടിനോട് ചേർന്ന് ഇരിക്കുന്നത് പോലെ നാം എല്ലാവരും കുടുംബത്തോടും സമൂഹത്തോടും സഭയോടും പ്രപഞ്ചത്തോടും ചേർന്ന് പൊതുഭവനം എന്ന കൂട്ടായ്മയിൽ വളരുന്നതിനും സജീവമാകുന്നതിനും മിസിയോ ബൈബിൾ കോഴ്സ് എനിക്ക് പ്രയോജനപ്പെട്ടു. മാമോദീസായിലൂടെ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ പ്രഘോഷണത്തിന്റെ ദൗത്യം ധൈര്യത്തോടെ, സ്നേഹത്തോടെ, ധീരതയോടെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും എനിക്ക് ഈ കോഴ്സിലൂടെ കഴിയുന്നുണ്ട്. പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും സജീവമാകുന്നതിനും വചനവിചനം നടത്തുന്നതിനുള്ള കൃപ എനിക്ക് ലഭിച്ചു. എന്റെ സ്വഭാവത്തിലും ജീവിതശൈലിയിലും മാറ്റം വന്നു. എല്ലാറ്റിലും നിന്ന് ഉൾവലിഞ്ഞു നിന്നിരുന്ന ഞാൻ എനിക്ക് മീറ്റിങ്ങുകളിൽ ഡിവോഷണൽ സോങ്സ് പാടുന്നതിനും MC ആകുന്നതിനുമുള്ള കൃപ ഈ കോഴ്സിലൂടെ എനിക്ക് ലഭിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും അവരുടെ സങ്കടങ്ങൾ ശ്രവിക്കുന്നതിനും ആശ്വാസമേകുന്നതിനും ആവശ്യ സമയത്ത് സമയവും സമ്പത്തും പങ്കുവെക്കുന്നതിനും ഇപ്പോൾ എനിക്ക് മടി കൂടാതെ സാധിക്കുന്നുണ്ട്. ലൂക്ക 1:35 വചനം ഇപ്രകാരം വായിക്കുന്നു: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. മിസിയോ ടീമിന്റെ ആത്മീയ പിതാക്കന്മാരെയും ടീമിന്റെ സ്ഥാപകയും അമ്മയുമായ ആലിസ് കുട്ടി ചേച്ചി, തോമസിൻ ചേട്ടൻ, എല്ലാ കോഴ്സ് കോർഡിനേറ്റേഴ്സ്, മെന്റേഴ്സ്, മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങൾ, ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ധാരാളമായി നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും എന്റെ വ്യക്തിപരമായ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്നും ധാരാളം ആളുകൾ യേശുവിനെ അറിയുന്നതിനും ദൈവസ്നേഹം അനുഭവിക്കുന്നതിനും ഇടയാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു ആന്റി. ആന്റിയുടെ ഓരോ വാക്കുകളും ഞങ്ങൾക്ക് പ്രചോദനമായി. അടുത്തതായി ബീന ജോസഫ് ആന്റിയെ ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബീന ജോസഫ്. ഞാൻ ഹൈദരാബാദിൽ 35 വർഷമായിട്ട് താമസിക്കുകയാണ്. ഹസ്ബൻഡ്, എൻ്റെ 2 കുട്ടികളുണ്ട്. കുട്ടികൾ വിവാഹിതരാണ്, അവർ വിദേശത്താണ്. ഞാൻ ഈ 20th ബാച്ചിലാണ് ഈ മിസിയോ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്തത്. എൻ്റെ ഒരു കൂട്ടുകാർ തന്നെയാണ് എന്നെ ജോയിൻ ചെയ്തത്. ആദ്യമൊന്നും എനിക്ക് അങ്ങനെ വലിയ എന്നെ അങ്ങനെ സ്പർശിച്ചില്ല. ആ ഒരു വചന വിചിന്തനത്തിന്റെ സമയമായപ്പോൾ ഓരോ ദിവസവും നമുക്ക് വചനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ആ വചനം വായിച്ച് നമ്മളെ അത് എങ്ങനെ സ്പർശിച്ചു എന്നുള്ളതായിരുന്നു നമ്മുടെ തീം. ഓരോ ദിവസവും ഈ വചനങ്ങൾ ഞാൻ പല പ്രാവശ്യം വായിക്കും, ആ ബൈബിൾ ഭാഗം വായിക്കും, അതിനെ ധ്യാനിക്കും. അപ്പോൾ എനിക്ക് ഈ വചനത്തിലേക്ക് ആഴമായി ഇറങ്ങാൻ സാധിച്ചു. ആ വചനം എനിക്ക് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടായിരുന്നു ഇത്. വചന വിചിന്തനം വളരെ സന്തോഷകരമായ ഒരു ഭാഗമായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ വചനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ. ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ശിഷ്യന്മാരെ സ്പർശിച്ചത്, അവർക്ക് എങ്ങനെ ശക്തി കൊടുത്തു, അവരുടെ കൂട്ടായ്മ, ഇതെല്ലാം ഓരോ ദിവസവും ഇങ്ങനെ വന്നു. ധ്യാനിച്ച് പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറഞ്ഞു. അന്ന് വരെ ഞാൻ പരിശുദ്ധാത്മാവിനോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ആളല്ലായിരുന്നു. പക്ഷെ അന്ന് മുതൽ എല്ലാ ദിവസവും ഞാൻ രാവിലെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ കൂടെ ഞാൻ എന്ത് കാര്യത്തിന് പോയാലും പരിശുദ്ധാത്മാവിനെ ഞാൻ കൂടെ കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു ശക്തിയും ഒരു ധൈര്യവും ഒരു കോൺഫിഡൻസും, അതിലുപരി ഞാൻ തന്നെ ചെയ്യുന്നതിനേക്കാൾ ബെറ്ററായി അത്ഭുതകരമായി ഓരോ കാര്യങ്ങളും എനിക്ക് ചെയ്യുവാൻ സാധിച്ചു. അപ്പോഴാണ് എനിക്ക് യേശു പറഞ്ഞ വചനം ഓർമ്മ വന്നത്: ഞാൻ നിങ്ങളെ അനാഥരായി വിട്ടുകളയുകയില്ല, നിങ്ങൾക്ക് ഒരു സഹായകനെ നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞ ആ വചനം, ഞാൻ അത് എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് വെറും നിർജീവമായി ഒരു ചാരത്തിൽ പൂണ്ട ഒരു കരിക്കട്ട പോലെ കിടക്കുകയായിരുന്നല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കി. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴുള്ള വ്യത്യാസവും പരിശുദ്ധാത്മാവ് ഇല്ലാതിരുന്നപ്പോഴുള്ള വ്യത്യാസവും, ഇത് പിന്നെയും നമുക്ക് മിസിയോ ഗ്രൂപ്പിൽ വചനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഊർജ്ജസ്വലതയുള്ളതാക്കണം, നിങ്ങളിൽ പരിശുദ്ധാത്മാവ് ജ്വലിക്കണം. ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾക്ക് വചനങ്ങൾ വന്ന് കൊച്ചു കുട്ടികളെ എങ്ങനെയാണ് അവരെ സ്കൂളിൽ പഠിപ്പിക്കുന്നത്, അതുപോലെ നമ്മളെയും വചനം പഠിപ്പിക്കാൻ ഓരോ ദിവസവും വചനം വരും. അത് ധ്യാനിക്കണം, അതിന്റെ റിഫ്ലക്ഷൻസ് ഇടണം.
അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായി. കാരണം ഞാൻ ഒരുപാട് വചനങ്ങൾ വായിച്ചിട്ടുണ്ട്, റിട്രീറ്റിന് പോയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും എന്നെ ഇത്രമാത്രം വചനം എന്നെ സ്വാധീനിച്ചിട്ടില്ല. ഇതുപോലെ ആഴത്തിൽ വചനത്തിലേക്ക് ഇറങ്ങാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ വീണ്ടും എനിക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിക്കണമെന്ന് വളരെ ഇൻട്രസ്റ്റ് തോന്നി. വളരെ ഇൻട്രസ്റ്റിങ്ങോടെ, ആകാംക്ഷയോടെ ഞാൻ അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിച്ചു. അപ്പോഴാണ് പത്രോസിനെ വീണ്ടും നാം ഒന്നുകൂടെ പത്രോസിന്റെ ശക്തി കാണുന്നത്. ഈശോയെ തള്ളിപ്പറഞ്ഞ് ഞാൻ ഇവനെ അറിയുക പോലുമില്ല എന്ന് പറഞ്ഞ പത്രോസ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ റോമാ സാമ്രാജ്യത്തിലെ ഭരണാധികാരികളുടെ മുൻപിൽ വെച്ച് പത്രോസ് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന നസ്രായനായ യേശുവിന്റെ നാമത്തിലാണ് ഞാൻ പ്രസംഗിക്കുന്നതും ഞാൻ അത്ഭുതം പ്രവർത്തിക്കുന്നതും. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഈ മിസ്സിയോ ഗ്രൂപ്പിൽ നിന്ന് മനസ്സിലായത്, ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് വഴി, ഈ ഒരു ആത്മീയ യാത്ര വഴി എനിക്ക് വചനത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ സാധിച്ചു. വചനം കൂടുതൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചു. വചനത്തിൽ ജീവിക്കാൻ എനിക്ക് സാധിച്ചു എന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പിച്ചു പറയാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ഈ മിസ്സിയോ ഗ്രൂപ്പിനെയും ഇതിന്റെ എല്ലാ കോർഡിനേറ്റേഴ്സിനെയും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇനിയും ഈ ഒരു ആത്മീയ യാത്ര ഒരു വലിയ വചന പ്രഘോഷണ രീതിയാണ്. കാരണം ഈശോ പറഞ്ഞു, നിങ്ങൾ ലോകം എങ്ങും പോയി വചനം പ്രഘോഷിക്കുവാൻ. ലോകത്തിലുള്ള എല്ലാവരും നാം ഒരുമിച്ച് കൂടി പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് നാം വചനം പ്രഘോഷിക്കുകയാണ്. ഇത് ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച് യേശുവിന്റെ സ്നേഹം ലോകം മുഴുവൻ പകരട്ടെ, എല്ലാവരും ഇതിൽ ജോയിൻ ആകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇതിൽ രണ്ടാമതായി എന്നെ അട്രാക്ട് ചെയ്ത് പ്രെയർ പാർട്ട്നേഴ്സ്. അതാണ് നമ്മള് ഒരിക്കലും കണ്ടിട്ടുമില്ല കേട്ടിട്ടും ഇല്ലാത്തവരെ പ്രെയർ പാർട്ട്ണറായി നമ്മൾ ഫോൺ ചെയ്യും. അവരുടെ എല്ലാ കാര്യങ്ങളും തിരക്കും, വളരെ സന്തോഷത്തോടെ സംസാരിക്കും. പിന്നെ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതും വലിയ ഒരു സന്തോഷകരമായ കാര്യമായിട്ട് എനിക്ക് തോന്നി. അടുത്തതായി ഇനിയും നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ ഉള്ള ബീന മാത്യു പുള്ളോലിൽ, ഞാനും ബീനയും ഞങ്ങളുടെ നാട്ടിൽ ഒരേ ഇടവകക്കാരാണ്. 10ാം ക്ലാസ് വരെ ഞങ്ങളുടെ സ്നേഹബന്ധം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ സ്നേഹബന്ധം അറ്റുപോയി. ഇപ്പോൾ 45 വർഷങ്ങൾക്ക് ശേഷം ഈ മിസ്സിയോ ഗ്രൂപ്പിൽ കൂടെ ഞങ്ങൾക്ക് വീണ്ടും യേശുവിന്റെ ശിഷ്യന്മാരായി ഒരുമിച്ച് കൂടാൻ സാധിച്ചു. അതും വലിയൊരു ദൈവാനുഗ്രഹം, വലിയൊരു സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ട് ഈ മിസ്സിയോ ഗ്രൂപ്പ് ഇത് ശരിക്കും ദൈവത്തിന്റെ ഒരു പ്രവൃത്തി തന്നെയാണ്. ഒരുപാട് പേർ ഇതിൽ വന്ന് പങ്കുചേർന്ന് യേശുവിൽ വളരുവാനും വചനം കൂടുതൽ പഠിക്കുവാനും വചനത്തിൽ ആഴ്ന്നിറങ്ങുവാനും പരിശുദ്ധാത്മാവ് നിറയുവാനും ദൈവം അനുഗ്രഹിക്കട്ടെ, അതിന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം അവസാനമായി നമുക്കെല്ലാവർക്കും യേശുവിന് വേണ്ടി ഉരുകുന്ന മെഴുകുതിരി പോലെ ഉരുകിത്തീരാം. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു ആന്റി. അടുത്തതായി നിർമ്മല ജെയിംസ് ആന്റിയെ ക്ഷണിക്കുന്നു. മൈക്ക് മ്യൂട്ട്. മൈക്ക് മ്യൂട്ട് ആന്റി. ആന്റിക്ക് ഇഷ്യൂസ് എല്ലാം പോയി. അടുത്തതായി ആനി തോമസ് ആന്റിയെ ക്ഷണിക്കുന്നു.
ഹലോ. അതാണ് അത് വെക്കരുത് ഇപ്പൊ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആനി തോമസ്. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഉമ്മക്കുപ്പ ലൂർദ് മാതാ ചർച്ച ഇടവകാംഗമാണ്. എനിക്ക് ഭർത്താവും 3 മക്കളുമാണുള്ളത്. ഞാനൊരു അങ്കണവാടി ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ മിസ്സിയോയിൽ വരുന്നത് 18ാമത്തെ ബാച്ചിലാണ്. എനിക്ക് പരിചയമുള്ള ഒരു വൈദികൻ മുഖേനയാണ് ഞാൻ മിസ്സിയോയിൽ വന്നത്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദൈവത്തോട് അത്ര അടുപ്പമുള്ള ആളൊന്നും ആയിരുന്നില്ല ഞാൻ. പഠനമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോകും. അത്യാവശ്യം ജപമാലയൊക്കെ ചൊല്ലും, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കല്യാണമൊക്കെ കഴിഞ്ഞ് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരിയേറെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. അതായത് കുടുംബത്തിലെ ഉത്തരവാദിത്വങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ കടമയായിരുന്നു. മക്കളുടെ വിദ്യാഭ്യാസവും ഒക്കെ കൂടെ ആയപ്പോൾ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് എനിക്ക് മിസ്സിയോയിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ലഭിച്ചത്. മിസ്സിയോയിൽ ജോയിൻ ചെയ്ത് ലിങ്ക് കിട്ടി. എന്നാലും അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നു. മിസ്സിയോ എന്നൊരു വാക്കുപോലും ഇതിനു മുമ്പേ ഞാൻ കേട്ടിരുന്നില്ല. അതിനാൽ തന്നെ ഇതിൽ നിന്നും ലെഫ്റ്റ് ആയാലോ എന്ന് പലവട്ടം ഞാൻ ആലോചിച്ചതാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുവചനം പറയുന്നു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്ന്. അതെ, ദൈവം എന്നെ തെരഞ്ഞെടുത്തുവെന്ന് തുടർന്നുള്ള ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഓരോ ദിവസങ്ങളിലെയും വചനവിചിന്തനം, പ്രയർ പാർട്ട്നേഴ്സ്, എല്ലാവരെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്ന ബെൻഡേഴ്സ്, നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുവാൻ ഉതകുന്ന ക്ലാസ്സുകൾ എല്ലാം എന്നെ ഒത്തിരി ആകർഷിച്ചു. 5ാമത്തെ നിത്യസത്യമായ പരിശുദ്ധാത്മാവിന്റെ ക്ലാസ് കഴിഞ്ഞുള്ള അഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത് എൻ്റെ മനസ്സിൽ നല്ലൊരു സന്തോഷം നിറയുന്നതായിട്ട് തോന്നി. അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. സാധാരണ രാവിലെ ഞാൻ എണീക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, ഇന്നത്തെ ദിവസം എന്ത് ചെയ്യും, ഈ ജോലികളൊക്കെ എപ്പോൾ ചെയ്തു തീർക്കും, എപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. എന്നാൽ പരിശുദ്ധാത്മാഭിഷേക പ്രാർത്ഥന കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഒരു മടിയുമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്ത് കൃത്യസമയത്ത് തന്നെ ഇറങ്ങാൻ പറ്റി. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനം, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ക്ഷീണം, തളർച്ച, മടി എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന എനിക്ക് യാതൊരു മടുപ്പുമില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കുന്നു. അതുപോലെ ചെയ്തു തീർക്കാൻ മടി പിടിച്ച് പെൻഡിങ് ഇട്ടിരുന്ന എല്ലാ ജോലികളും ചെയ്തു തീർക്കാൻ കഴിഞ്ഞു. ഭാവാവസ്ഥ, വിശ്വാസവും മാനസാന്തരവും അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ എന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുവാനും എന്നിലെ കുറവുകൾ പരിഹരിക്കുവാനും സാധിച്ചു. അതുപോലെ തന്നെ എത്രയധികം കുറവുകളുള്ള വ്യക്തികളായിരുന്നാലും അവരുടെ കുറവുകളെ കാണാതെ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കഴിയുന്നുണ്ട്. പ്രത്യേകിച്ചും വൈദികർക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ ഈ മിസ്സിയോയിൽ കൂടിയതിനു ശേഷം എനിക്ക് സാധിക്കുന്നു. എനിക്ക് എന്നിലെ കുറവുകൾ മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ എനിക്ക് സമാധാനവും സന്തോഷവും ഉണ്ടായി എന്നുള്ളതിൻ്റെ കൂടെ എൻ്റെ വീട്ടിലും നല്ല വ്യത്യാസങ്ങൾ വന്നു. അതുപോലെ പൊതുസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന എനിക്ക് ഒരു 4 പേരെ ഒരുമിച്ച് കണ്ടാൽ ഞാൻ എന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രകൃതമായിരുന്നു. ഇപ്പോൾ ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറി യാതൊരു സങ്കോചവുമില്ലാതെ എത്ര പേരുടെ മുന്നിൽ നിന്നാണേലും സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് നിന്ന് എതിർത്താലും എൻ്റെ ദൈവം എന്നെ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസത്തിലേക്ക്, ഉറച്ച ബോധ്യത്തിലേക്ക് വരുവാൻ ഈ മിസ്സിയോ കോഴ്സ് എന്നെ സഹായിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം എന്നെ ഇതിലേക്ക് സഹായിച്ച അച്ഛനെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഓർക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. താങ്ക് യു ആന്റി. അടുത്തതായി നിർമ്മല ആന്റിയെ ക്ഷണിക്കുന്നു. എൻ്റെ പേര് നിർമ്മല. ഞാൻ സബ് ഗ്രൂപ്പ് 11 USA നിന്നാണ്. ഭർത്താവും 3 മക്കളും
അവരുടെ ജീവിത പങ്കാളികളും 12 കൊച്ചുമക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ ഞാൻ ഈ മിസ്യോ കുടുംബത്തിൽ വന്നതിന് ശേഷം ആ സന്തോഷത്തെക്കാൾ അധികമായ ഒരു വലിയൊരു ആനന്ദം അനുഭവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ ഈ മിസ്യോ കുടുംബത്തിൽ വന്നപ്പോഴാണ് ഈ 7 നിത്യസത്യങ്ങൾ എന്താണെന്നും അതിനെപ്പറ്റിയുള്ള അറിവ് എനിക്ക് ലഭിച്ചതും ആ നിത്യസത്യങ്ങളിലൂടെ എൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റിയെടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. എൻ്റെ സ്വഭാവത്തിൽ തന്നെ ഒരു വ്യത്യാസം വന്നതുപോലെ എനിക്ക് അനുഭവപ്പെടുകയും എൻ്റെ വീട്ടിലുള്ളവർക്കും എൻ്റെ ചുറ്റുപാടുമുള്ളവർക്കും ആ ഒരു സ്വഭാവത്തിലെ മാറ്റം വന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ഇത്രയും നാളും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എനിക്ക് വേണ്ടിയും എന്നെ ചുറ്റിപ്പറ്റിയുള്ളവർക്ക് വേണ്ടിയും മാത്രം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന എനിക്ക് ഇപ്പൊ ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ള വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഈ മിസ്യോ കുടുംബത്തിലെ എല്ലാവരും എൻ്റെ സ്വന്തമാണെന്ന് തോന്നി തുടങ്ങി. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല എങ്കിൽ പോലും അവരെല്ലാവരും എൻ്റെ സ്വന്തമാണെന്ന് കരുതി അവരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം ഇച്ചിരി അരിശവും ദേഷ്യവും ഒക്കെയുള്ള ആളായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ മിസ്യോയിൽ വന്നതിന് ശേഷം എനിക്ക് ആ സ്വഭാവത്തിന് ഒരു വ്യത്യാസം വന്ന് ആ സന്ദർഭങ്ങളിലൊക്കെ എനിക്ക് സംയമനം പാലിക്കുവാനും മൗനം പാലിക്കുവാനും സാധിക്കുന്നതും ഈ മിസ്യോയിൽ നിന്ന് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇച്ചിരി ആക്റ്റീവായിരുന്ന ഞാൻ ഇപ്പൊ അതെല്ലാം മാറ്റി വെച്ചിട്ട് ദൈവവചനം വായിക്കുവാനും കൂടുതൽ സമയം പ്രാർത്ഥിക്കുവാനും എനിക്ക് സാധിക്കുന്നു. അതും ഈ മിസ്യോയുടെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. പിന്നെ മിസ്യോയിൽ നിന്ന് എനിക്ക് വലിയ ഒരു ബോധ്യം കിട്ടിയത് നമ്മൾ പ്രാർത്ഥനയിലും ഇങ്ങനെ കുർബാന കാണുന്നതിലും ഒക്കെ അപ്പുറമായിട്ട് നമ്മൾ യേശുവിനെ പ്രഘോഷിക്കണം എന്നുള്ളതാണ്. അപ്പൊ യേശുവിനെ പ്രഘോഷിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൽ നിന്ന് ഒരു കൃപ ലഭിച്ച് അതിൽ നിന്ന് എനിക്ക് ഒരു ധൈര്യം കിട്ടി. ഇപ്പൊ യേശുവിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ആ ധൈര്യമുള്ളതുപോലെ തോന്നുന്നു. അല്ലെങ്കിൽ എനിക്ക് യേശുവിനെ പറ്റി പറയാൻ ഒരു വൈമുഖ്യമായിരുന്നു, അവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ എനിക്ക് അത് മാറി ഒരു ധൈര്യം കിട്ടി. പിന്നെ സാറ്റർഡേ ക്ലാസ്സിലും ഞങ്ങളുടെ സബ് ഗ്രൂപ്പ് മീറ്റിങ്ങിലും ഒക്കെ ഒരു വലിയ അറിവും ബോധ്യവും ഒക്കെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ എന്നെ ഈ മിസ്യോ ടീമിലേക്ക് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു താല്പര്യം ഇല്ലാതിരുന്നിട്ടും എന്നെ ഇതിലേക്ക് നയിച്ച 2 പേരുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള സുനിയും ലൗലിയും. അവർക്ക് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും അവർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇതിന്റെ ഞങ്ങളുടെ സബ് ഗ്രൂപ്പിലെ കോർഡിനേറ്റേഴ്സ്, മെന്റേഴ്സ് അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. എന്ത് കാര്യവും ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഈ 20ാം ബാച്ചിലാണ് ജോയിൻ ചെയ്തതെങ്കിലും അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുന്നത്. അവർക്കെല്ലാം ഞാൻ നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും അർപ്പിക്കുന്നു. മിസ്യോ ടീമിനെ നയിച്ചുകൊണ്ടു പോകുന്ന ലോകമെമ്പാടുമുള്ള ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല, എല്ലാവർക്കും എൻ്റെ എല്ലാ പ്രാർത്ഥനയും അർപ്പിക്കുന്നു. എന്നെ ഈ ടീമിലേക്ക് തെരഞ്ഞെടുത്ത സർവശക്തനായ ദൈവത്തിന് നന്ദിയും സ്നേഹവും ആരാധനയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ. താങ്ക് യു സോ മച്ച് ആൻഡി. പാട്രൻസ് മെസ്സേജിനായി മാർ ജോയ് ആലപ്പാട് പിതാവിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കേൾക്കാമോ? കേൾക്കാം പിതാവേ, കേൾക്കാം. ഓക്കെ. ഇപ്പൊ എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? ഈ കോഴ്സിന്റെ 20ാമത്തെ സെഷൻ ഇന്ന് സമാപിക്കുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതുപോലെ ഒരു കോഴ്സിൽ പങ്കെടുത്തുകൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. അതിനുശേഷം എനിക്ക് വളരെയധികം ആത്മീയമായ വളർച്ച ഉണ്ടാകുവാനായിട്ട് ഈ കോഴ്സിന്റെ പങ്കെടുക്കലും അതിനുശേഷം പല അവസരങ്ങളിലായിട്ട്
നിങ്ങളെ പോലെയുള്ളവരെ ഞാൻ അഭിസംബോധന ചെയ്യുവാനായിട്ട് എനിക്ക് അവസരം കിട്ടിയതൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുണ്ട്. ഞാനതെല്ലാം വളരെ നന്ദിയോടെ ഞാൻ അനുസ്മരിക്കുകയാണ്. നിങ്ങളുടെ ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ വലിയ ഒരു പ്രചോദനം ആകുകയാണ്. നമ്മൾ ഇനിയും കൂടുതലായിട്ട് നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമല്ലോ എന്നുള്ള ഒരു പ്രചോദനം നിങ്ങളുടെ ഈ വാക്കുകളിൽ നിന്ന് ഞങ്ങളെ പോലെയുള്ള ഈ ക്രിസ്തീയ നേതാക്കന്മാർക്ക് അത് ലഭിക്കുകയാണ്. ഒരു ബിഷപ്പ് എന്ന രീതിയിൽ ഇങ്ങനെ നിങ്ങൾ പറയുന്നത് കാണുമ്പോഴാണ് നമ്മളുടെ തന്നെ അപര്യാപ്തത, നമ്മളുടെ കുറവുകൾ നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പോരല്ലോ എന്നുള്ള ചിന്ത എനിക്ക് ഉണ്ടാകുന്നത്. നിങ്ങളുടെ ആ ആവേശവും നിങ്ങൾ കാണിക്കുന്നതായ ആ വലിയ പ്രതിബദ്ധതയും വിശുദ്ധ ഗ്രന്ഥത്തോടും ഈശോയോടുള്ള സ്നേഹവും ഒക്കെ നിങ്ങളുടെ വാക്കുകളിലൂടെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അത് വലിയ ഒരു പ്രചോദനമാണ്. കുറെ കൂടി നമ്മൾ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് ഒരു ആത്മശോധന ചെയ്യുവാനായിട്ട് നമ്മളെ സഹായിക്കുകയാണ്, നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും കാണുമ്പോൾ. അതുകൊണ്ട് നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ അത് നഷ്ടപ്പെട്ടു പോകരുത്. അതിൽ തന്നെ തുടരുക. അതിൽ തന്നെ കൂടുതൽ ശക്തി പ്രാപിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇത് ഈ സെഷൻ ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങൾ 7 പടവുകളിലൂടെ നിങ്ങൾ കടന്നു പോയത് ഒരു തിരശ്ശീലയ്ക്ക് പിന്നിൽ നിങ്ങൾക്ക് കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിലൂടെ നമ്മൾ കടന്നു വന്ന് ഒരു വലിയ ദൗത്യത്തിലേക്കാണ് നമ്മളെ കർത്താവ് കൊണ്ടുവരുന്നത്. ഇന്ന് വാസ്തവം പറഞ്ഞ ഒരു ഗ്രാജുവേഷൻ ഡേ ആണ്, ആണെന്ന് പറയും. അപ്പൊ ഗ്രാജുവേഷൻ ഡേയിൽ നമ്മൾ ഓർമ്മിക്കേണ്ടത്, ഞാൻ കുറെയൊക്കെ മനസ്സിലാക്കി, ഞാൻ വലിയ പ്രഗത്ഭയായി എന്നുള്ള ഒരു നമുക്ക് എന്തോ നേടി എന്നുള്ള ഇതിലല്ല നമ്മൾ നിൽക്കേണ്ടത്. എനിക്ക് ഒരു ദൗത്യം നിർവഹിക്കുവാനുണ്ട് എന്നുള്ളതായിരിക്കണം നമ്മെ നയിക്കേണ്ടതായ പ്രധാന ചിന്ത. അല്ലാതെ ഞാൻ ഒരു കാര്യം അച്ചീവ് ചെയ്തു എന്നുള്ളതിൽ നമുക്ക് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അതൊക്കെ പഠിച്ചു, ഐ ആം സംതിങ് എന്നുള്ള ചിന്തയേക്കാൾ നമുക്ക് ഐ ഹാവ് ടു ഡു സംതിങ്, എനിക്ക് ചിലതൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു ആഹ്വാനമായിരിക്കണം ഈ അവസാന ദിവസത്തിൽ നമുക്ക് ലഭിക്കേണ്ടത്. ഒരു ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുന്ന ഒരു ജീവിതമല്ല. അത് എപ്പോഴും ഒരു ആക്ഷൻ ഓറിയന്റഡ് ആണ്. നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ആലീസ് ആന്റി എപ്പോഴും പറയുന്ന ഒരു ഉപമ ഞാൻ ഓർമ്മിക്കുന്നത്, ഈ തീയില് കാല് ചുട്ട പട്ടി ഓടി നടക്കുന്ന മാതിരി നമ്മൾ എപ്പോഴും തീക്ഷ്ണതയുള്ളവരായി ഓടി നടക്കാനായിട്ട്, ദൈവവചനത്തെ പ്രതി ഓടി നടക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് നമുക്കിത് നൽകുന്നത്. അല്ലാതെ ഒരു പഴുന്തുണി നനച്ചു വെച്ച മാതിരി എവിടെയെങ്കിലും പോയി ഇരിക്കുക എന്നുള്ളതല്ല. നമ്മൾ എപ്പോഴും വളരെ ദ്രുതഗതിയിൽ ഓടി നടക്കാനുള്ള ഒരു ആഹ്വാനമാണ്. ഈ തിളച്ച എണ്ണയിൽ കടുക് വീണാൽ ഉണ്ടാകുന്ന മാതിരി എപ്പോഴും അതിങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മളിൽ രൂഢമൂലമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മെ അതിനെ പ്രേരിപ്പിക്കണം, നമ്മളെ അതിനെ സഹായിക്കണം. അതിനെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മൗലികമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സന്ദേശം, അതിന്റെ പ്രതിധ്വനി, അതിന്റെ റെസൊണൻസ് എന്ന് പറയുന്നത് എന്താണ്? ദൈവം നമ്മോട് കൂടി എന്നുള്ളതാണ്. എൻ്റെ കൂടെ ദൈവമുണ്ട് എന്നുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു ചിന്തയാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചിന്ത. ഐ ഹാവ് സമ്മൺ വിത്ത് മീ ഈസ് പവർഫുൾ. ശക്തനായ ഒരുവൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു ചിന്തയാണ്. നമ്മൾ ഈ കുഞ്ഞു കുട്ടികളെ കണ്ടിട്ടില്ലേ? ആ കുഞ്ഞു കുട്ടി ഒരു 2-3 വയസ്സൊക്കെയുള്ള കുട്ടികള് അതിൻ്റെ അപ്പൻ്റെയോ അമ്മയുടെയോ തോളത്ത് അല്ലെങ്കിൽ കൈകളിൽ ഇരിക്കുന്നിടത്തോളം ആ കുട്ടിക്ക് ഒരു വലിയ കോൺഫിഡൻസ് ആണ്. എൻ്റെ അപ്പൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇതിനെല്ലാം ഉപരിയാണ്. ഐ ഹാവ് നത്തിങ് ടു ഫിയർ. എനിക്ക് ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു ഭയങ്കര കോൺഫിഡൻസിലാണ് ഒരു കുട്ടി ഇരിക്കുന്നത്.
അപ്പൊ ആ കുട്ടി ചിലപ്പോൾ അതിന് എതിരെ വരുന്ന ഒരു ആന വന്നാൽ തന്നെയും അതിനെ ഞാൻ നിന്നെ ശരിയാക്കി തരാം എന്നുള്ള മാതിരിയുള്ള ഒരു കോൺഫിഡൻസ് ആണ്. അതിനെതിരെ വരുന്ന ഏതൊരു ശത്രുവിനെയും എതിരിടാനായിട്ടുള്ള കഴിവ് ആ കുട്ടിക്ക് ലഭിക്കുന്നത് ആ കുട്ടി ആ അമ്മയുടെയോ അപ്പന്റെയോ കൈകളിൽ സുരക്ഷിതമാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ്. പലപ്പോഴും നമുക്ക് നഷ്ടമാകുന്ന ഒന്നാണ് ഈ ബോധ്യം. ഞാൻ എന്നിൽ തന്നെയാണല്ലോ കർത്താവ് എന്നുള്ള ഒരു ചിന്തയാണ് നമ്മെ നയിക്കുക. പക്ഷെ നമ്മൾ കർത്താവിന്റെ കൂടെയാണ് എന്നുള്ള ചിന്ത നമുക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വളരെയധികം വിജയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴാണെങ്കിലും ഞാനല്ല ഈ പരീക്ഷ എഴുതുന്നത്, കർത്താവാണ് എനിക്ക് വേണ്ടി പരീക്ഷ എഴുതിക്കൊള്ളും, കർത്താവ് എനിക്ക് വേണ്ടി പരീക്ഷ എഴുതിക്കൊള്ളും എന്നുള്ള ചിന്ത കുട്ടികൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ അവർ പരീക്ഷയിൽ വിജയിക്കാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പൊ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ട്രസ്റ്റ്, ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ധൈര്യം എന്ന് പറയുന്നത് ദൈവം നമ്മോട് കൂടി ഉണ്ട് എന്നുള്ള ചിന്തയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നിലനിൽക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തില് 8-ാം അധ്യായം 28-29 വാക്യങ്ങളില് നമ്മൾ എന്നെ അയച്ചവൻ എന്നോട് കൂടിയുണ്ട്. അതായിരുന്നു ഈശോയെ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ ഒരു പ്രേരക ശക്തി എന്ന് പറയുന്നത്. ഈശോ പിതാവായ ദൈവം തന്നോട് കൂടിയുണ്ട് എന്നുള്ള ആ പരിപൂർണമായ ഒരു ബോധ്യമാണ്. ഞാൻ തനിയല്ല, എന്നെ അയച്ചവൻ എന്നോട് കൂടിയുണ്ട് എന്ന അനുഭവം സുവിശേഷത്തില് എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു ബോധ്യമാണ്. ഈ നമ്മുടെ ജീവിതത്തിന് ബലം നൽകുന്നത് ആ ഒരു ചിന്തയായിരിക്കട്ടെ. ഈ ബോധ്യമാണ് നമ്മളെ എപ്പോഴും എല്ലായിടത്തും നയിക്കേണ്ടത്. മനുഷ്യന് ഇന്ന് വളരെയധികം ഏകാന്തതയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഏറ്റവും മോശമായ ഒരു ജീവിതാവസ്ഥയാണ് ഈ ഏകാന്തത എന്ന് പറയുന്നത്. ഈ ഏകാന്തതയിൽ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ദൈവം നമ്മോട് കൂടി ഉണ്ട്. ഐ എം നോട്ട് എലോൺ, ഞാൻ ഒരിക്കലും തനിച്ചല്ല എന്നുള്ള ഒരു ചിന്തയായിരുന്നു നമുക്കുണ്ടാകേണ്ടത്. അതില്ലാതെ വരുന്നവന് അവൻ കിടക്കണ പായേനെ പോലും അവന് ഭയമാണ്. എല്ലാത്തിനെയും നമുക്ക് ഭയക്കേണ്ടതായിട്ട് വരും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നിനെ കുറിച്ചും നമുക്ക് ഭയക്കേണ്ടതില്ല. ഐസയാസിന്റെ പുസ്തകത്തില് 43 1-2 വാചകങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അവശനിലയിലൂടെ നടന്നാലും നിനക്ക് അഗ്നിയിലൂടെ കടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. അപ്പോൾ ഇത് ഈ ഒരു ബോധ്യം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു ദൈവമായിട്ട് അടുത്ത് നിൽക്കുന്ന എല്ലാവരെയും നയിച്ചിരുന്നത് കൊണ്ടാണ് അവർക്ക് ദൈവിക മനുഷ്യരായിട്ട് ജീവിക്കുവാനായിട്ട് സാധിച്ചത്. നിയമാവർത്തനം പുസ്തകം 1-ാം അധ്യായം 31 നമ്മൾ വായിക്കുന്നു, നിങ്ങൾ ഇവിടെ എത്തുന്നത് വരെ നിങ്ങൾ കടന്നു പോകുന്ന വഴികളിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. ഇസ്രായേൽക്കാർക്ക് മോശ കൊടുത്തതായ ഒരു ധൈര്യം അതായിരുന്നു. അവരെപ്പോഴും പരിഭവം പറയുന്നവരും എപ്പോഴും കലഹിക്കുന്നവരും കുറ്റം കണ്ടുപിടിക്കുന്നവരും എല്ലാം അസന്തുഷ്ടരുമായ ആ മനുഷ്യർക്ക് മോശ കൊടുത്ത ഒരു ധൈര്യം ഇതാണ് ധൈര്യത്തിന്റെ ഒരു ഔഷധം അല്ലെങ്കിൽ ഒരു ടോണിക് മോശ കൊടുത്തതാണ്. നിങ്ങൾ ഇവിടെ എത്തുന്നത് വരെ നിങ്ങൾ കടന്നു പോകുന്ന വഴികളിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പൊ നമ്മളെ കൈപിടിച്ച ദൈവം ഇന്നും നമ്മോട് കൂടി ഉണ്ട് എന്നുള്ള ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ വളരെ എപ്പോഴും വായിക്കുന്നതും കേൾക്കുന്നതുമായ ഒരു വിശുദ്ധഗ്രന്ഥ ഭാഗമാണല്ലോ. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ബോധ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പൊ ജോഷുവയും മോശയും ഒക്കെ അവരെ നയിച്ചിരുന്ന ഒരു കാര്യം, ഒരു തോട്ട്, അവരെ നയിച്ചിരുന്ന ഒരു പ്രേരക ശക്തി പൗലോസ്ലീഹ പറയുന്ന വാക്യമാണ്, വി വാക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ്. ഞങ്ങൾ കാണുന്ന വിശ്വാസത്തിന്റെ കണ്ണുകളെ കൊണ്ടാണ് ഞങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ഭൗതികമായ ഞങ്ങളുടെ നഗ്നമായ കണ്ണുകളെ കൊണ്ടല്ല ഞങ്ങൾ സഞ്ചരിക്കുന്നത്.
അത് കർത്താവ് അവരോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യമാണ് അവരെ നയിച്ചിരുന്നത്. അതുകൊണ്ട് ജോഷുവ 1:5 നമ്മൾ വായിക്കുന്നു, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കും. അപ്പൊ അത് ഈശോയെ നയിച്ചിരുന്ന ഒരു വലിയ പ്രേരക ശക്തിയും അതായിരുന്നു. പിതാവായ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം ഈശോ പല പ്രാവശ്യം അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനം 139:5-6, മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്, ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു, എനിക്ക് അപ്രാപ്യമാവിധം അത് ഉന്നതമാണ്. ഇതൊരു വലിയ ആത്മീയമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇത് നമ്മെ നയിക്കേണ്ടതായ ഒരു വലിയ സത്യമാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ഉത്തരവാദിത്വം ഈ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ, ഈ 7 പടവുകളിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഒരു വലിയ ഒരു ഉത്തരവാദിത്വം, അത് നിർവഹിക്കുവാൻ വേണ്ട കരുത്തും ബലവും ദൈവം നമുക്ക് തരും. നമ്മോട് കൂടി ആയിരിക്കുന്ന ആ ദൈവത്തിന് ഒപ്പം നമുക്ക് സഞ്ചരിക്കാം. ലെറ്റ് us വാക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ്. ഇന്ന് പലപ്പോഴും മനുഷ്യൻ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നത് വാക്ക് ബൈ സൈറ്റ് നോട്ട് ബൈ ഫെയ്ത്ത്. ഇന്ന് വിശ്വാസത്താലല്ല പലരും സഞ്ചരിക്കുന്നത്, പലപ്പോഴും സഞ്ചരിക്കുന്നത് അവരുടെ കാഴ്ചയുടെ അല്ലെങ്കിൽ അവർ നേടിയതെന്ന് പറയുന്ന കാര്യങ്ങളിലാണ് അവരുടെ കൂടുതൽ ആശ്രയം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈശോയിൽ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന പ്രചോദനം അനുസരിച്ച് ഒരു നല്ല നാളേക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ. ഇപ്പോൾ ഈ 20ാം ബാച്ചിലൂടെ നിങ്ങൾ കടന്നു പോയപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ആ ദൈവാനുഗ്രഹവും കൃപയും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, ഈ ഗ്രൂപ്പിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലൂടെ അവർ കടന്നുപോയ ഈ പഠന ശിബിരത്തില് അവർ ആർജിച്ചെടുത്തിട്ടുള്ളതായ അങ്ങയുടെ വാത്സല്യവും സ്നേഹവും സാഹോദര്യവും പുലർത്തി അവരുടെ ജീവിതത്തിൽ ഉടനീളം പുലർത്തിക്കൊണ്ട് ദൈവം അവരോടുകൂടി ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ കൂടുതൽ ആഴപ്പെട്ട് കൂടുതൽ പ്രവർത്തനോന്മുഖരായി ജീവിക്കുവാൻ അവരെ സഹായിക്കണമേ. നിഷ്ക്രിയതയിൽ നിന്ന് ഞങ്ങളെ കൂടുതൽ ക്രിയാത്മകതയിലേക്ക് നയിക്കണമേ. മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ടും മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ടും നീതിയിൽ വ്യാപരിച്ചുകൊണ്ടും സത്യത്തിന്റെ പ്രവാചകരായിക്കൊണ്ടും ജീവിക്കുവാൻ ഇവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ സുവിശേഷത്തിന്റെ വെളിച്ചം അത് എങ്ങും പ്രസരിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കട്ടെ. ഇവരായിരിക്കുന്ന അവസ്ഥകളെയും ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവർക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും അവിടുന്ന് കാത്തുകൊള്ളണമേ. ഇവരുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് ഇവരോടൊപ്പം ഉണ്ടായിരിക്കുകയും അവിടുന്ന് ഇവരോടൊപ്പം സഞ്ചരിക്കുകയും അവിടുന്ന് അങ്ങിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുവാൻ ഇവരെ ശക്തരാക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക് യു പിതാവേ. ഇത്രയും തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി വചനങ്ങളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിനോർത്ത് നന്ദി പറയുന്നു. അടുത്തത് മിസിയോ എക്സ്പീരിയൻസ് ഷെയറിങ്ങിനായി സജിമോനെ ക്ഷണിക്കുന്നു. സ്തുതിയായിരിക്കട്ടെ. ഞാൻ സജിമോൻ തോമസ്, ചനശ്ശേരി അതിരൂപത സെന്റ് തോമസ് കുറിച്ചി ഇടവാംഗമാണ്. ഞാൻ വളരെ നാളുകളായിട്ട് സൗദി അറേബ്യയിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഞാൻ നാട്ടിൽ തിരിച്ച് മടങ്ങിയെത്തിയത്. വൈഫും അവിടെ നേഴ്സായിരുന്നു. നാട്ടിലെ ഇപ്പോൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. എനിക്കൊരു മോനുണ്ട്, മോനെ പഠിക്കുന്നു. ഞാൻ 90th ബാച്ചിലാണ് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഈ വർഷം 20th ബാച്ചിലെ സബ് ഗ്രൂപ്പ് 6 മെമ്പറായി പ്രവർത്തിക്കുന്നു. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നത് സെൽഡ ജോർജ് ആണ്. വളരെ നല്ല പിന്തുണയായിരുന്നു സിസ്റ്റർ എനിക്ക് നൽകിയിരുന്നത്. നല്ല ഗ്രൂപ്പ് തുടക്കം മുതൽ വളരെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് എല്ലാവരും ശനിയാഴ്ചത്തെ ക്ലാസ്സുകളിലും ക്ലാസ് കൂടാൻ പറ്റാത്തവര് യൂട്യൂബ് ലിങ്ക് കാണുകയും
ചൊവ്വാഴ്ചത്തെ ക്ലാസ്സിൽ ഓൾമോസ്റ്റ് എല്ലാവരും 10ലധികം ആൾക്കാർ എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ചകളിൽ കൃത്യം 8 മണിക്ക് തന്നെ ജോയിൻ ചെയ്യുകയും അവർ കേട്ട ശനിയാഴ്ചത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അവരുടെ ബോധ്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അവർ പങ്കുവച്ചിരുന്നു. എനിക്ക് വളരെ അധികം സന്തോഷം തോന്നിയിരുന്നു. ഞാൻ സൗദിയിൽ മതബോധന രംഗത്ത് കുറേ നാൾ പ്രവർത്തിച്ചിരുന്നു. എങ്കിലും ഇത്രയധികം ആഴത്തിൽ ഈ നിത്യസത്യങ്ങളെ കുറിച്ച് ദൈവസ്നേഹത്തിൽ തുടങ്ങി സുവിശേഷ പ്രഘോഷണം വരെയുള്ള ആ വചനങ്ങൾ എന്നും ഓരോ ആഴ്ചയിലും 10 ആഴ്ചക്കാലം ഓരോ ആഴ്ചയിലും ഓരോ സത്യങ്ങളെ കുറിച്ച് ഓരോ മെമ്പേഴ്സും ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കുവാൻ പറ്റി. അതെന്റെ ജീവിതത്തിൽ വളരെ ഒരു മാറ്റത്തിന് എല്ലാവരും പോലെ തന്നെ ഞാനും ഒരു ഇൻവെർട്ട് ആയിരുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേക പ്രാർത്ഥനയിൽ വളരെയധികം ശക്തി എനിക്ക് ലഭിച്ചു ആ ഒരു സെക്ഷനിൽ തന്നെ. എനിക്ക് ഇടവകയിലാണെങ്കിലും ഞങ്ങളുടെ കൂട്ടായ്മയിലും ഒക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ ശുശ്രൂഷയിൽ വളരെ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും എനിക്ക് മാറ്റുവാൻ കഴിഞ്ഞു. വളരെ ഒരു ധൈര്യം മറ്റുള്ളവരോട് സംസാരിക്കാനും ഏത് ശുശ്രൂഷകൾ ചെയ്യുവാനും ഉള്ള ഒരു ശക്തി എനിക്ക് പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിച്ചു എന്നുള്ള കാര്യം എടുത്തു പറയുകയാണ്. പലപ്പോഴും എൻ്റെ യാത്രകളിലൊക്കെ പല അപകടങ്ങളിൽ നിന്നൊക്കെ ഞാൻ വളരെയധികം കർത്താവിന്റെ കരങ്ങളിൽ ഞാൻ വളരെ പലപ്പോഴും എനിക്ക് പല അപകടങ്ങളിൽ നിന്നും ദൈവം എന്നെ രക്ഷിച്ചതായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ലീഡറായിട്ടിരുന്ന തോമസ് സാറ് ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറായിരുന്നു. അദ്ദേഹത്തിന്റെ അനുഭവങ്ങള് അദ്ദേഹം ഇതുപോലെ കോഴ്സൊക്കെ കൂടിയപ്പോഴത്തേക്കും അതിന്റെ അനുഭവങ്ങളൊക്കെ ഞങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആ സ്റ്റേഷനിൽ പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ള ആൾക്കാരുമൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ അവിടെ വരുന്ന ജോലിക്ക് അവിടെ ജോലി ചെയ്ത മേഖലകളിലെ ആ സ്റ്റേഷനിലൊക്കെ വചനം ഉപയോഗിച്ച് മറ്റുള്ളവർക്കൊക്കെ വ്യത്യസ്തപരമായ രീതിയിൽ ആ ജോലി ചെയ്ത കാര്യമൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയുണ്ടായി. പിന്നെ എന്നെ സ്വാധീനിച്ചത് നമ്മുടെ പ്രയർ പാർട്ട്നേഴ്സിനെ വിളിക്കുമ്പോൾ പലരും ഒറ്റപ്പെട്ട് ബിഷപ്പ് വന്ന പോലെ ഏകാന്തതയിൽ പലരും വളരെ വിഷമിക്കുമ്പോഴത്തേക്ക് അവരെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ ജീവിത പങ്കാളികൾക്ക് പലപ്പോഴും മാരക അസുഖങ്ങളാലും പലവിധ ബുദ്ധിമുട്ടുകളാലും അവരൊക്കെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് വളരെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ എന്നെ സ്വാധീനിച്ച ഒരു വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:10-11 ഇങ്ങനെ കാണുന്നുണ്ട്. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എന്റെ ആദരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എന്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യുകയും ചെയ്യും. നമ്മൾ ഓരോ വചനങ്ങളും ഒരു വാക്കുകളും തിരിച്ചു പോകുന്നില്ല. അത് നമുക്ക് വചനങ്ങൾ നല്ല വിത്തുകളായിട്ട് നല്ല നിലത്ത് വീണ വിത്തുകൾ 60 മീനി 80 മീനി 100 മീനികൾ ലഭിക്കുന്ന പോലെ ആ വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുവാൻ കഴിഞ്ഞു, ഫലപ്രദമാക്കുവാൻ കഴിഞ്ഞു. എൻ്റെ കുടുംബത്തിൽ വളരെ സന്തോഷവും സമാധാനവും ലഭിച്ചു. എൻ്റെ പ്രവർത്തന മേഖലകളിലൊക്കെ എനിക്ക് വളരെ നന്നായിട്ട് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു. അത് ഈ നിശ്ചയ കൂട്ടായ്മയിൽ വന്നതോടുകൂടിയാണ്. ഇനിയും വളരെ കാര്യങ്ങൾ വളരെയധികം ആൾക്കാർക്ക് ഈ സുവിശേഷം ലോകം അതിർത്തി വരെ യുഗാന്ത്യം വരെ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ ഉണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പ് ശിഷ്യന്മാർക്ക് യേശു നൽകുന്നുണ്ട്. നമുക്കും യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ ഉണ്ടായിരിക്കുമെന്നുള്ള ആ യേശുവിന്റെ വാഗ്ദാനം, കർത്താവ് അങ്ങയുടെ ആ സാന്നിധ്യം ഞങ്ങൾക്ക് എന്നും ശക്തിയും ധൈര്യവും ഉന്മേഷവും നൽകുവാനായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ആ യുഗാന്ത്യം വരെ 1 or 2 വർഷമോ അല്ല, യുഗാന്ത്യം വരെയാണ് ഈശോ നമുക്ക് ഉറപ്പ് തരുന്നത്. അങ്ങനെ നമുക്ക് ആ യേശു നൽകുന്ന രക്ഷയും
രക്ഷയും ശക്തിയും പരിശുദ്ധാത്മാവിന്റെ എല്ലാ വരങ്ങളും ദാനങ്ങളും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിലുടനീളം അത് ശക്തി പകർന്ന് നമുക്ക് പുതിയൊരു വ്യക്തിയായിട്ട് ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്ന് നമ്മൾ കാണുന്നുണ്ട് സുവിശേഷത്തിൽ. അതുപോലെ നമുക്കും ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ ഈ മിസ്സിയോ കൂട്ടായ്മ ഇതിൽ പ്രവർത്തിക്കുന്ന നേതൃത്വം നൽകുന്ന കോർഡിനേറ്റേഴ്സും അതുപോലെ തന്നെ മെന്റേഴ്സും എല്ലാവരെയും പ്രത്യേകം നന്ദി പറയുന്നു. ഈ കോഴ്സ് ഇനിയും അടുത്ത ബാച്ചിലും എനിക്ക് കൂടുവാൻ താല്പര്യമുണ്ട്. ഞാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഇനിയും മറ്റുള്ളവർക്കും ഇത് കൂടുവാനും ഈ മിസ്സിയോയുടെ ഫലം 100 പേനെ 60 പേനെയായി മാറുവാൻ എല്ലാവർക്കും സഹായമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. താങ്ക് യു അങ്കിൾ. അടുത്തത് ഡാലിയ KPയെ ക്ഷണിക്കുന്നു. യേശുവിൽ പ്രിയപ്പെട്ട മിസ്സിയോ കുടുംബാംഗങ്ങളെ, എന്റെ പേര് ഡാലിയ. വീട് തൃശ്ശൂർ ജില്ലയിൽ എരുമപ്പെട്ടി അടുത്താണ്. തൃശ്ശൂർ അതിരൂപതാംഗമാണ്. പാരൻസും ചേട്ടനുമാണ് എൻ്റെ ഫാമിലിയിലുള്ളത്. 4 വർഷത്തോളമായി ഞാൻ വിശ്വാസ പരിശീലകയാണ്. ഞാൻ ആദ്യമായി മിസ്സിയോ പ്രോഗ്രാമിനെ കുറിച്ച്, പ്രത്യേകിച്ച് ഇതിന്റെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിനെ കുറിച്ച് അറിയാനിടയായത് ഫിയാത്ത് മിഷൻ എക്സിബിഷൻ ജെറുസലേം റിട്രീറ്റ് സെന്ററിൽ നടന്നപ്പോൾ അവിടുത്തെ സ്റ്റാളിൽ നിന്നും എനിക്ക് ഇതിന്റെ ലീഫ്ലെറ്റ് കിട്ടി. അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാണ് എന്നെങ്കിലും ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ യാദൃശികമായാണ് ഞാൻ ആലീസ് ഊട്ടി ആന്റിയെ പരിചയപ്പെടുന്നതും അവരിലൂടെ ഞാൻ ഈ കോഴ്സിനെ കുറിച്ച്, എസ്പെഷ്യലി മിസ്സിയോ പ്രിലിംസ് ഓൺലൈൻ കോഴ്സിനെ കുറിച്ചും അറിയാനിടയായത്. ബാച്ച് 20 സബ് ഗ്രൂപ്പ് 2 അംഗമാണ് ഞാൻ. വളരെ സപ്പോർട്ടീവ് ആൻഡ് എൻകറേജിങ് ആയിട്ടുള്ള മെന്റേഴ്സ്, ആഴത്തിൽ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ, വളരെ ധ്യാനാത്മകമായ വചന വ്യാഖ്യാനങ്ങൾ, സാക്ഷ്യങ്ങൾ എന്നിവയിലൂടെ ഈ 10 ആഴ്ചക്കാലം എന്നോടൊപ്പം സഞ്ചരിച്ച ബാച്ച് 20 സബ് ഗ്രൂപ്പിലെയും അംഗങ്ങൾ, ഓരോ ശനിയാഴ്ചത്തെയും വിശ്വാസ സത്യങ്ങളുടെ ക്ലാസ്സുകൾ, ചൊവ്വാഴ്ച നടന്നിരുന്ന സബ് ഗ്രൂപ്പ് മീറ്റിംഗ്സ്, അവയിൽ വിവിധങ്ങളായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ എനിക്ക് ലഭിച്ച അവസരങ്ങൾ, അതുപോലെ അനുദിന വചന റിഫ്ലക്ഷൻ പങ്കുവയ്ക്കൽ എന്നിവയിലൂടെയൊക്കെ കടന്നു പോകാൻ ഈശോ എന്നെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിലൂടെ 1 സ്റ്റെപ്പ് ക്ലോസർ ടു ഗോഡ് എത്താൻ കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ വിശ്വാസ സത്യങ്ങളുടെയും തിരുവചനങ്ങൾ ധ്യാനിക്കുമ്പോൾ അത് ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ വ്യാഖ്യാനിക്കാനും അനുദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞു എന്നതിൽ പ്രത്യേകം ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ഈ ഒരു കോഴ്സ് ഇവിടെ പൂർത്തിയാക്കുമ്പോൾ മാമോദീസായിലൂടെ ക്രിസ്തു നമ്മെ ഭരമേൽപ്പിച്ച ദൗത്യം, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന സുവിശേഷ വാക്യം അന്വർത്ഥമാക്കാനുള്ള ഒരുക്കം പൂർത്തിയായെന്ന് വിശ്വസിക്കുന്നു. വിശ്വാസ പരിശീലനം നമുക്ക് ലഭിച്ചത് നമ്മുടെ മാതാപിതാക്കളിലൂടെയും കാറ്റഗിസം ടീച്ചേഴ്സിലൂടെയും വൈദികരിലൂടെയും സന്യസ്തരിലൂടെയും ഒക്കെയാണ്. ആ വിശ്വാസത്തിന്റെ ഫൗണ്ടേഷന്റെ മുകളിലേക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തെ പടുത്തുയർത്താൻ ഈ ഒരു കോഴ്സിന് സാധിച്ചു എന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാറ്റഗിസം ക്ലാസ്സുകളിൽ ഫുൾ മാർക്ക് വാങ്ങിച്ചുകൂടെ എന്ന് എൻ്റെ അമ്മ പലപ്പോഴും എന്നോട് ചോദിക്കാറുള്ള ചോദ്യത്തിന് ഞാൻ നൽകിയിരുന്ന മറുപടി ഇതായിരുന്നു: ഓരോ വർഷം കഴിഞ്ഞു പോകുമ്പോഴും അതിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഫോറെവർ എടുക്കാനായിട്ടൊരു പോയിന്റ് ഉണ്ടാവുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന്. അതുപോലെ തന്നെയാണ് ഈ കോഴ്സിനെ കുറിച്ചും എനിക്ക് പറയാനുള്ളത്. വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വിശ്വാസ സത്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും അത് ആഴത്തിൽ പഠിക്കാനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരുവചനങ്ങൾ ധ്യാനിക്കാനും ഒക്കെ കഴിഞ്ഞുവെന്നതാണ് ദ ബെസ്റ്റ് ടേക്ക് അവേ ഫ്രം ദിസ് കോഴ്സ്. അതുപോലെ യേശുവിനെ കുറിച്ച് കേൾക്കാത്ത ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സുവിശേഷ പ്രഘോഷണം നടത്താൻ സാധിച്ചില്ലെങ്കിലും ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കാൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അതുമായിട്ട് വിശ്വാസത്തിന് കുറച്ച് പിന്നോക്കം പോരുക, അല്ലെങ്കിൽ ആഴമായ വിശ്വാസ രൂപീകരണം നടക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ക്രിസ്തുവിൽ നിന്നും അകന്ന വ്യക്തികളെ അവരുടെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്താനായിട്ടുള്ള പരിശ്രമത്തിൽ എന്നെ സഹായിക്കാൻ ഈ കോഴ്സിന് സാധിച്ചു എന്നതിൽ എനിക്ക് നല്ല ദൈവത്തോട് ഒത്തിരി നന്ദിയുണ്ട്. എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വചനമാണ് തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ, റോമ 12:11. ക്രിസ്തുവിലുള്ള തീക്ഷ്ണതയിൽ ജ്വലിക്കുന്ന മിഷണറിമാരാകാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും ദാനങ്ങളാലും ഫലങ്ങളാലും സാധിക്കട്ടെ, അതുമായി നിറയട്ടെ, അഭിഷേകം ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ കോഴ്സ് വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഏവർക്കും ഇതിൽ പങ്കെടുത്തവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ നമുക്ക് ഇനിയും പ്രാർത്ഥനയിൽ കണ്ടുമുട്ടാം. ഈശോയ്ക്ക് മഹത്വം. താങ്ക് യു. താങ്ക് യു സോ മച്ച് ചേച്ചി.
അടുത്തതായി ഡെയ്സി പിയൂസിനെ ക്ഷണിക്കുന്നു. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഡെയ്സി. ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ വെള്ളർക്കാട് ഇടവകാംഗമാണ്. ജീവിത പങ്കാളിയും 2 മക്കളും അടങ്ങുന്ന ഒരു കുടുംബമാണ് എനിക്കുള്ളത്. ഞാൻ 21 വർഷമായി കാറ്റീസം ടീച്ചറായി തുടരുന്നു. ഞാൻ ഈ മിസിയോ കൂട്ടായ്മയെ കുറിച്ച് ആദ്യമായി കേൾക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആലിസ് കുട്ടി ചേച്ചിയിൽ നിന്നാണ്. ചേച്ചിയിലൂടെയാണ് ഞാൻ മിസിയോ 20ാം ബാച്ചിൽ ജോയിൻ ചെയ്തത്. മിസിയോ 20ാം ബാച്ചിലെ സബ് ഗ്രൂപ്പ് 3 അംഗമാണ് ഞാൻ. വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഉള്ളവരാണെങ്കിലും ഞങ്ങളുടെ കൂട്ടായ്മയിൽ വലിയ സ്നേഹവും ഐക്യവും നിലനിന്നിരുന്നു. എൻ്റെ ഗ്രൂപ്പിലെ വിവിധ ദൗത്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ജീവിതത്തിൽ ആദ്യമായാണ് MC ആകുന്നതും ഓഡിയൻസിന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് പാടുന്നതും. ഇതിനുള്ള ഒരു കഴിവോ യോഗ്യതയൊന്നും എനിക്കില്ലായിരുന്നു. എൻ്റെ മെന്റേഴ്സിന്റെ സ്നേഹപൂർവമായ പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. എങ്കിലും ഇതിലൂടെ എനിക്ക് നല്ല കോൺഫിഡൻസ് ലഭിച്ചു. ഇതിന് എന്നെ ഒരുക്കിയ ഈശോയ്ക്കും എനിക്ക് അവസരം നൽകിയ മിസിയോ ടീമിനും നന്ദി പറയുന്നു. സ്വയം വളരുക മാത്രമല്ല, മറ്റുള്ളവരെ സ്നേഹപൂർവം വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ മെന്റേഴ്സിന്റെ മനോഭാവം ഈ മിസിയോ കൂട്ടായ്മയുടെ പ്രത്യേകതയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇത് അവർക്ക് ലഭിച്ചത് മിസിയോ ട്രെയിനിങ്ങിന്റെ ഫലം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യാറുണ്ടെങ്കിലും ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് വിശ്വാസ സത്യങ്ങളുടെ അനുദിനമുള്ള വചനങ്ങളുടെ റിഫ്ലക്ഷൻ ചെയ്യാൻ ഇടയായത്. ഇതിലൂടെ എനിക്ക് ഒരുപാട് ഉൾക്കാഴ്ചകൾ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, വചനം കൂടുതൽ വായിക്കാനും അതുപോലെ ധ്യാനിക്കാനുള്ള ഒരു പ്രചോദനം ഇതിലൂടെ എനിക്ക് ലഭിച്ചു. മിസിയോ പ്രിലിംസ് കോഴ്സിലൂടെ 7 നിത്യസത്യങ്ങളായ ദൈവസ്നേഹം, പാപാവസ്ഥ, യേശു രക്ഷകൻ, വിശ്വാസ പ്രത്യുത്തരം, മാനസാന്തര പ്രത്യുത്തരം, പരിശുദ്ധാത്മാവ്, കൂട്ടായ്മ, സുവിശേഷ പ്രഘോഷണം എന്നിവയെ കുറിച്ച് ഓരോ ശനിയാഴ്ചയുമുള്ള ഓൺലൈൻ ക്ലാസ്സിലൂടെ വചന വ്യാഖ്യാനങ്ങൾ, CCC, അനുഭവ സാക്ഷ്യങ്ങൾ എന്നിവ വിശ്വാസ സത്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുവാൻ എന്നെ സഹായിക്കുകയും ഒപ്പം അത് കൂടുതൽ ധ്യാനിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും ഏറെ സഹായകമായി. ദൈവരാജ്യ വേലയ്ക്ക് വിളിക്കപ്പെട്ടവരായ നാം സ്വർഗോന്മുഖമായി ഈ ആത്മീയ യാത്രയിൽ പെസഹായ്ക്കൊരുങ്ങിയ പഴയ നിയമ ജനത്തെ പോലെ തിടുക്കത്തിൽ ഒരുങ്ങി യാത്ര ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇതിന് നമ്മെ സഹായിക്കുന്ന ഒരു ആത്മീയ മുതൽക്കൂട്ടാണ് ഈ മിസിയോ കോഴ്സ്. ഈ കോഴ്സിൽ സംബന്ധിച്ച ഏവർക്കും ക്രിസ്തു നമ്മെ വരമേൽപ്പിച്ച സുവിശേഷ പ്രഘോഷണം എന്ന ദൗത്യം നിറവേറ്റാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥന ആശംസകളോടെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഏവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. താങ്ക് യു ആന്റി. അടുത്തതായി ഫാദർ ജോസഫ് മക്കോളിൽ അച്ഛനെ ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കേൾക്കാം. ഞാൻ മിസിയോ 20ാം ഗ്രൂപ്പിലെ
സബ് ഗ്രൂപ്പ് 8 അംഗമാണ്. ഫാദർ ജോസഫ് മക്കോളിൽ ആയവനെയാണ് എൻ്റെ ഇടവക മൂവാറ്റുപുഴ അടുത്തുള്ളത്. ഇപ്പോൾ ഞാൻ കോതമംഗലം അടുത്തുള്ള മുത്തൻകുഴിയിലെ MSA സെമിനാരിയിൽ സ്പിരിച്വൽ ഫാദറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു 4 വർഷമായിട്ട്. അതിനു മുമ്പ് ഞാൻ ഇടവകളിലും ഒക്കെ ആയിരുന്നു, പിന്നെ സെമിനാരികളിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ ചേർന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെയേറെ വ്യത്യാസങ്ങൾ വന്നു. എന്ന് പറയുമ്പോൾ ഇത്രയും പ്രായം ചെന്ന ഒരു അച്ഛൻ ഇനി എന്നാ വ്യത്യാസം എന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. പക്ഷെ അതാണ് സത്യം. യേശു ഏകരക്ഷകൻ, വിശ്വാസം, മാനസാന്തരം, പരിശുദ്ധാത്മാവ്, ഇതേപ്പറ്റിയൊക്കെ ഞാൻ ക്ലാസ്സുകൾ എടുത്തിട്ടുമുണ്ട്, ഞാൻ ക്ലാസ്സുകൾ കേട്ടിട്ടുമുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തോ ഒരു പ്രത്യേകമായ ഒരു ഇന്നർ ജോയി എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. ഓരോ ക്ലാസ്സും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അപ്പോൾ ഈ വിഷയങ്ങളിൽ കൂടി കടന്നുപോയപ്പോൾ എനിക്ക് കിട്ടിയ ഉൾക്കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഒന്നാമതായിട്ട്, നന്നായി കുമ്പസാരിക്കുവാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് സൽപ്രവർത്തികളും വീണ്ടും വീണ്ടും നന്നാക്കാൻ സാധിക്കും എന്നുള്ള ഒരു അവബോധം എനിക്കുണ്ടായി. അതുപോലെ തന്നെ നന്നായിട്ട് കുമ്പസാരിപ്പിക്കുവാനായിട്ടും സാധിച്ചു. കാരണം ഒരു ക്ലാസ്സിലേക്ക് പ്രത്യേകം പറഞ്ഞിരുന്നല്ലോ, നല്ല കുമ്പസാരം നടത്തണമെന്ന്. നല്ല കുമ്പസാരം നടത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും. എങ്കിലും ഇതിനൊരു പ്രത്യേകമായ ഒരു അനുഭവമായിരുന്നു എനിക്ക്. അതുപോലെ തന്നെ ഇവിടെയുള്ള കുട്ടികളെ 3 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിപ്പിക്കേണ്ടതായിട്ടുണ്ട്, മാസത്തിലൊരിക്കലും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും എല്ലാം അവർക്കും എന്തോ പ്രത്യേകമായ ഒരു അനുഭവം കിട്ടുന്നതായിട്ട് അവർ സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നെ ക്ലാസ്സുകളിൽ ബൈബിൾ വാക്യങ്ങൾ ധാരാളം ഉപയോഗിക്കണം എന്നുള്ള പ്രചോദനം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു സ്പിരിച്വൽ ടോക്കിന്റെ സമയത്ത്. ഞാൻ സാധാരണ പ്രസംഗങ്ങളിൽ കഥകളൊക്കെയാണ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് കൂടിയതിനു ശേഷം എനിക്ക് മനസ്സിലായി, ഈ കഥകളെക്കാളും മനുഷ്യന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നത് ഈശോയുടെ വചനങ്ങളാണെന്ന്. ക്ലാസ് എടുക്കുന്നവർ വെറുതെ ക്ലാസ് എടുക്കുകയല്ല, ആധുനിക മീഡിയാസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ പെൻഡ്രൈവിൽ ക്ലാസ് ഉപയോഗിച്ച് ക്ലാസ് എടുക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ അത് കൂടുതൽ ഇഫക്റ്റീവായി തീരുന്നതായിട്ട് കാണാൻ സാധിച്ചു. അനുഭവങ്ങൾ ഷെയർ ചെയ്തത് ഈ ക്ലാസ്സുകളിൽ കൂടി, ക്ലാസ്സിന് പുറമെ അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ വളരെ ഹൃദയസ്പർശിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ അനുഭവങ്ങൾ കർത്താവ് അവർക്ക് യുണീക്കായിട്ട് നൽകിയ അനുഭവങ്ങളാണ്. പക്ഷെ കർത്താവ് അവരെ ആ അനുഭവങ്ങൾ മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉപയോഗിക്കാനായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ അത് അവര് ജീവനുള്ള ബൈബിളായിട്ട് മാറി. എൻ്റെ ഗ്രൂപ്പിലുള്ളവരോടുള്ള സൗഹൃദം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഞാൻ പള്ളികളിൽ കൂടിയും സെമിനാരികളിൽ കൂടിയൊക്കെ കടന്നു പോയപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ വച്ചാൽ അവർ മെസ്സേജ് അയക്കുന്നു, അവരുമായിട്ട് ബന്ധങ്ങളുണ്ട്. പക്ഷെ ഒരിക്കലും കേൾക്കാത്ത, അറിയാത്ത ആളുകൾ സീന ചേച്ചി മാത്രമുണ്ട് ഇവിടെ കോതമംഗലത്ത് അടുത്തുള്ള. ആ ചേച്ചിയെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഞാൻ നേരി കണ്ടിട്ടില്ല, ഇത് വീഡിയോയിൽ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവര് പാർട്ട്നേഴ്സായിട്ട്, പ്രയർ പാർട്ട്നേഴ്സായിട്ട് കിട്ടിയപ്പോൾ അവരുടെ പ്രാർത്ഥന കൊണ്ട് എനിക്ക് എന്തോ ഒരു സ്പിരിച്വൽ ആനന്ദം ഉണ്ടായി. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും എനിക്ക് ആ അനുഭവം എനിക്ക് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ ആ വലിയ ആ സ്നേഹം
അവരിൽ കൂടി അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചു. ഓരോ ബൈബിൾ വാക്യവും ധ്യാനിച്ച് അതിൽ കിട്ടുന്ന ഉൾക്കാഴ്ചകൾ പങ്കുവെക്കുമ്പോൾ ദൈവം അവരിൽ കൂടി എന്നോട് തന്നെ സംസാരിക്കുന്നത് പോലെ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. അതെല്ലാം ഞാൻ കേൾക്കുമ്പോൾ ആ വ്യക്തിയെ ഈശോ പറഞ്ഞയച്ചിരിക്കുന്നു എനിക്ക് വേണ്ടി ആ വചനം വ്യാഖ്യാനിക്കാൻ. അങ്ങനെ വലിയ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകാനായിട്ട് എനിക്ക് സാധിക്കുന്നു. പിന്നെ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി എൻ്റെ ആവശ്യം ചോദിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളുകളെ എനിക്ക് കണ്ടുമുട്ടാൻ പറ്റി ഈ മിസിയോയിൽ. അവരത് തുടർന്ന് പ്രാർത്ഥിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് കിട്ടിയവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, 5 ഉപകരണങ്ങളിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ഉൾക്കാഴ്ച എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ തനിച്ചല്ല. 5 ഉപകരണങ്ങളുമായിട്ട് 5 ലക്ഷം വൈദികരുണ്ട്. അവരോടൊപ്പമാണ് ബലി അർപ്പിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേക ഉൾക്കാഴ്ചയും ഈ ക്ലാസ് വഴി എനിക്ക് കിട്ടി. ഈ മിസിയോ ഗ്രൂപ്പിലേക്ക് എന്നെ വിളിച്ചുകൊണ്ട് വന്നത് എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യ നാൻസി ബോബനാണ്, തൊടുപുഴ. ആ മകളെ ഞാൻ പഠിപ്പിച്ചു. പക്ഷെ ആ മകൾ ആ ബന്ധം എന്നും നിലനിർത്തിയിരുന്നു. ആ മകൾ തൊടുപുഴ വീട്ടിൽ എന്നെ ക്ഷണിക്കും. ഞാൻ അവിടെ ഇടയ്ക്ക് പോകും, നല്ല ഭക്ഷണം കഴിക്കും. അത് ഈശോ മാർത്തയുടെയും മറിയത്തിൻ്റെയും വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്ന പോലെയായിരുന്നു. അതുപോലെ തന്നെ അവർ തൊടുപുഴ വെച്ച് നടത്തിയ ഒരു മീറ്റിങ്ങിൽ അതിൽ ടോമങ്കിളും ഹരിസൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അവരെ നേരിട്ട് കാണാൻ പറ്റി. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം എനിക്ക് തന്നു. അതെല്ലാം എൻ്റെ മേശയിൽ ഇരിപ്പുണ്ട്. അതൊക്കെ സാവകാശം ഞാൻ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നിധി കിട്ടിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതെല്ലാം ദൈവം എനിക്ക് കണ്ടെത്തി തന്നതുപോലെ തോന്നി. അവരോടെല്ലാം ഞാൻ നന്ദി പറയുകയാണ്. ഇപ്പൊ ലീഡേഴ്സും അതുപോലെ തന്നെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നവരും ആ ഗ്രൂപ്പിലുള്ളവർ എന്തുമാത്രം ഐക്യത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഞാനും അത്ര കൃത്യമായിട്ട് എല്ലാം ചെയ്യുന്ന ആളല്ല. കാരണം ഇവിടെ 100 പരിപാടികൾ ഉള്ളതുകൊണ്ട് സമയത്ത് വരാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ളതെങ്കിലും ഒരിക്കലും അച്ഛൻ ഇങ്ങനെ സമയത്ത് വരുന്നില്ല എന്നുള്ളൊരു പരാതി ഒരിക്കലും കേൾക്കാൻ ഇടവന്നിട്ടില്ല. അങ്ങനെ വന്നെങ്കിൽ ഞാൻ ഇട്ടേച്ച് പോകുമായിരുന്നു. പക്ഷെ ഇനിയും മിസിയോ ഗ്രൂപ്പിൽ കൂടണമെന്നുള്ള ഒരു ദാഹമാണ് എനിക്കുള്ളത്. അത് നിങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കൊന്തയും പാട്ടുകളും ഒക്കെ കേൾക്കുമ്പോൾ ഒരിക്കലും പാട്ട് പാടാത്ത ആളുകൾ മനോഹരമായിട്ട് പാടുന്നത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അതുപോലുള്ള ഗ്രൂപ്പിലുള്ളവരെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന രീതി, എന്തെങ്കിലും കുറവുകളും എല്ലാം ഉണ്ടെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കും. അതുപോലെ തന്നെ വന്നില്ലെങ്കിൽ ഓർപ്പിക്കും. എത്ര പ്രാവശ്യമാണ് ഫോൺ ചെയ്യുന്നത്. എന്നെ തന്നെ പല കാര്യങ്ങളിലും തിരുത്തിയിട്ടുണ്ട്. നാൻസി എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ഒരു സമയം നോക്കാതെ പറയുന്ന ആളായതുകൊണ്ട് അച്ഛൻ അത് ശ്രദ്ധിച്ച് സമയം കീപ്പ് ചെയ്യണമെന്ന്. ഇപ്പോഴും നീണ്ടുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ എനിക്ക് കിട്ടിയ ആ നല്ല അവസരത്തിന് നന്ദി പറയുന്നു. എനിക്ക് മറന്നു കിടന്ന ചില ബൈബിൾ വാക്യങ്ങൾ എന്നെ ദൈവം ഓർപ്പിച്ചതും അത് ജെറമിയാസിന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളായിരുന്നു. അത് എൻ്റെ മകനെ ജെറമിയ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ രൂപപ്പെടുന്നതിന് മുമ്പ് നിന്നെ ഞാൻ അറിയുകയും സ്നേഹിക്കുകയും വിശുദ്ധീകരിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്തു. അത് ഞാൻ മറന്നു കിടന്ന ഒരു ബൈബിൾ വാക്യമാണ്. അതെനിക്ക് ഓർക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ തനിക്ക് ഇഷ്ടമുള്ളവരെ അവിടുത്തെ അടുത്തേക്ക് വിളിച്ചു. അത് മറന്നു കിടന്നതാണ്. ആ വചനം എനിക്ക് ഓർക്കാൻ സാധിച്ചു. തനിക്ക് ഇഷ്ടപ്പെട്ടവർ, ഞാനാണ് നിന്നെ തിരഞ്ഞെടുത്തത്, നീ അല്ല എന്നെ തിരഞ്ഞെടുത്തത്. മറന്നു കിടന്ന വാക്യം. അങ്ങനെ പല ബൈബിൾ വാക്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് സുഹൃദേവം പോലെ കടന്നു വരാൻ തുടങ്ങി. ഇതെല്ലാം അത്ഭുതകരമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയാണ് എനിക്ക് കിട്ടിയത്. എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എന്തെങ്കിലും പോരായ്മകളും കുറവുകളും ഒക്കെ എന്നിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആമേൻ. താങ്ക് യു അച്ഛാ സോ മച്ച്. അടുത്തതായി വൈൻഡപ്പ് സെഷനായി നമ്മുടെ മിസിയോ ടീമിന്റെ ആനിമേറ്റർ ഫാദർ അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛനെ ക്ഷണിക്കുന്നു.
ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഇങ്ങനെ അനുഭവങ്ങൾ കേട്ട് നമ്മൾ തന്നെ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന അവസരമാണ്. അവസാനമായിട്ട് മക്കോളിയച്ഛൻ്റെ അനുഭവം കൂടെ കേട്ടപ്പോൾ തന്നെ ഒത്തിരി സന്തോഷം തോന്നി. കഴിഞ്ഞ 70 ദിവസമായിട്ട് 7 ആഴ്ചയിൽ 10 ആഴ്ചയിൽ 70 ദിവസം ഏതാണ്ട് 2.5 മാസത്തോളം നമ്മൾ ഒന്നിച്ച് ഒരേ ഐക്യത്തോടെ സ്നേഹത്തോടെ ദൈവസ്നേഹം തുടങ്ങി സുവിശേഷ പ്രഘോഷണം വരെ നമ്മൾ ഒന്നിച്ചു പോവുകയായിരുന്നു. ഒത്തിരിയേറെ നല്ല അനുഭവങ്ങളിലൂടെ ഗ്രൂപ്പിലും സബ് ഗ്രൂപ്പിലും പേഴ്സണൽ പാർട്ട്നേഴ്സിലൂടെയല്ല പ്രയർ പാർട്ട്നേഴ്സിലൂടെയെല്ലാം നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ കിട്ടിയതായിട്ട് നമ്മളിവിടെ കേട്ടു. എല്ലാവർക്കും ദൈവത്തിന് നന്ദി പറയാം. നമുക്കറിയാം ഒത്തിരി പേരുടെ പരിശ്രമത്തിന്റെ ഫലമാണ്. ഓരോ സെഷനിൽ നമുക്കറിയാം ഏതാണ്ട് 15ഓളം പേര് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. കൊന്ത തുടങ്ങി അവസാനത്തെ ആശീർവാദം വരെ ഉള്ള ആളുകൾ, ചിലപ്പോൾ അത് കൂടുതലുമുണ്ട്. ഞാൻ ഏറ്റവും കുറവാണ് പറഞ്ഞത്. അപ്പോൾ ഏതാണ്ട് 10 ആഴ്ച എന്ന് പറയുമ്പോഴത്തേനും ഏതാണ്ട് 150 പേരുടെ പരിശ്രമത്തിന്റെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അതൊരു 10-100 പേർക്ക് ഓരോ പ്രാവശ്യത്തെ സെഷനിലേക്കും കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് നന്ദി പറയാം. ഒത്തിരി പേർക്ക് വളരെ അനുഭവമായിട്ട് നമ്മൾ പല സ്ഥലത്താണ്, പല രാജ്യത്താണ്, പല ഭൂഖണ്ഡത്തിലാണ് എങ്കിൽ പോലും നല്ല അനുഭവങ്ങളിലൂടെ പോകുവാനായിട്ടും ദൈവത്തോട് അടുക്കുവാനായിട്ടും ദൈവമേ അവിടുത്തെ മാർഗം പരിശുദ്ധമാണെന്ന സങ്കീർത്തനോടുകൂടി പറയുവാന് സങ്കീർത്തനം 77:13 പറയുന്നത് പോലെ അവിടുത്തെ മാർഗം പരിശുദ്ധമാണ്, അവിടുത്തെ സ്നേഹം അചഞ്ചലമാണ്, അവിടുത്തെ സ്നേഹം നിന്നെ പിരിയുകയില്ല, അവിടുത്തെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല എന്ന് യെശയ്യാ 54:10 പറയുന്നത് പോലെ അവിടുന്ന് നൽകുന്ന സമാധാനം ഉടമ്പടിക്ക് ഒരിക്കലും മാറ്റമുണ്ടാവുകയില്ല. അപ്പൊ അങ്ങനെ കർത്താവ് നമ്മളെ നയിക്കുന്ന ഒരു കൂട്ടായ്മയാണിത്. ഈ 70 ദിവസം ദൈവം നമ്മെ നയിക്കുകയായിരുന്നു. ഇസ്രായേൽ ജനത്തെ നയിച്ചതുപോലെ നമ്മളെയും കാനാൻ ദേശത്തേക്ക്, ദൈവത്തിന്റെ രാജ്യത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് ദൈവം നമ്മെ നയിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ലഭിച്ച ബോധ്യങ്ങള്, അനുഭവങ്ങള് നമ്മുടെ സ്വന്തമാക്കണം. ഒരിക്കലൊരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, രഹസ്യ ജീവിതത്തിന്റെ വിശുദ്ധിയാണ് പരസ്യ ജീവിതത്തിന്റെ ശക്തി എന്ന്. നമ്മളുടെ രഹസ്യ ജീവിതം മറ്റാരും കാണാതെ ദൈവവുമായിട്ട് നമ്മൾ ജീവിക്കുന്ന ആ രഹസ്യ ജീവിതത്തിന്റെ വിശുദ്ധിയാണ് പരസ്യ ജീവിതത്തിന്റെ ശക്തി എന്ന്. നമ്മളിവിടെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയിലൂടെയും ഈശോയായിട്ടുള്ള ബന്ധത്തിലൂടെയും മാത്രമാണ് അത് സാധിക്കുന്നത്. അത് മറ്റാരും കാണുന്നില്ല. ആ ജീവിതം കർത്താവ്, എന്നാൽ ഇതെല്ലാം കാണുന്ന ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കും. നമ്മൾ 100% ദൈവത്തോട് കൂടിയാണ് എങ്കിൽ ദൈവം നമ്മളിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന് അനുഗ്രഹിച്ച ദൈവത്തെ നമുക്ക് നന്ദി പറയാം. ഇനിയും ധാരാളം ആൾക്ക്, ലോകത്തിലുള്ള എല്ലാ ജനവും ഈ സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ സുവിശേഷം കർത്താവ് നമുക്ക് വാങ്ങിത്തന്ന ആ രക്ഷയുടെ സുവിശേഷം മറ്റുള്ളവർക്കും കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇന്ന് തുടക്കം മുതൽ ബദനി സിസ്റ്റേഴ്സിന്റെ കൊന്ത നമസ്കാരം ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഇതിൽ പങ്കെടുത്തവരാണ്. അവരെ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. അതുമുതൽ ഇന്ന് ഇപ്പോൾ കടന്ന മക്കോളിയച്ഛൻ വരെയുള്ള എല്ലാവരെയും ദൈവനാമത്തിൽ അഭിനന്ദിക്കുകയും ദൈവാനുഗ്രഹം അവർക്ക് നേരുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ചിക്കാഗോയുടെ ജോയി ആലപ്പാട്ട് പിതാവിനെ പ്രത്യേകമായിട്ട് സ്മരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആലിസുട്ടി ചേച്ചിയെയും ടീമംഗങ്ങളെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. താങ്ക് യു സോ മച്ച് അച്ഛ. നമ്മുടെ 20ാമത്തെ പ്രിലിംസ് ബാച്ച് മനോഹരമായി ഇവിടെ തീരുകയാണ്. ഇതിന് പിന്നിലും മുന്നിലും പ്രവർത്തിച്ചവർക്ക് നന്ദി പറയുവാനും
അനൗൺസ്മെന്റ്സിനുമായി ടോജി മാത്യുവിനെ ക്ഷണിക്കുന്നു. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ 20ാമത്തെ ബാച്ച് വളരെ മനോഹരമായിട്ട് ഇന്നിവിടെ പൂർത്തിയാവുകയാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയും നന്ദിയുടെ ഒരു വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അർപ്പിക്കുവാനായിട്ട് ഞാൻ ഇവിടെ ആയിരിക്കുകയാണ്. ആദ്യം തന്നെ സർവശക്തനായ ദൈവത്തോട് ഈ ഒരു 2.5 മാസക്കാലത്തോളം 10 ആഴ്ച നമ്മൾ ഈ കോഴ്സിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ വളരെ മനോഹരമായിട്ട് നമ്മളെ വഴി നടത്തിയ, നമ്മളെ കൈപിടിച്ച് നടത്തിയ ആ സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമുക്കറിയാം, നമ്മുടെ കോഴ്സിൽ ഉടനീളം നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ രക്ഷാധികാരി ചിക്കാഗോ രൂപതാധ്യക്ഷനും നമ്മുടെ പ്രിയപ്പെട്ട ജോയി ആലപ്പാട്ട് പിതാവ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. പിതാവിന് സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം പിതാവ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുകയും പിതാവിന്റെ സന്ദേശം നമ്മൾക്ക് നൽകുകയും ആശീർവാദം നൽകുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അഭിവന്തി പിതാവിനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ ഒരു നിമിഷം ഓർക്കുകയും പിതാവിന്റെ പ്രവർത്തന മേഖലകളിൽ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം സമൃദ്ധമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അനിമേറ്റർ അച്ഛൻ, ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛൻ, എല്ലാ പ്രോഗ്രാമിനും നമ്മളോടൊപ്പം ആയിരുന്നുകൊണ്ട് നമ്മളെ നിരന്തരം നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛന്, അച്ഛന്റെ ഇന്നത്തെ വൈൻഡ് അപ്പ് സെഷന്റെ ആ ഒരു സന്ദേശത്തിനും ഓർത്ത് അച്ഛനെ ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടു കൂടി നന്ദി പറയുകയാണ്. അച്ഛന്റെ പ്രവർത്തന മേഖലയിൽ അച്ഛന്റെ ജീവിതത്തിലുടനീളം സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഇന്ന് നമുക്ക് വേണ്ടി ഫൈനൽ പ്രയർ ആൻഡ് ബ്ലെസ്സിങ് ചെയ്യാനായിട്ട് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് നമ്മുടെ ക്ലരീഷ്യൻ സഭയുടെ സെന്റ് തോമസ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ ആയിട്ടുള്ള റവറൻഡ് ഫാദർ സിബി ഞാവലിക്കുന്നേൽ അച്ഛനാണ്. അച്ഛന് നമുക്കൊരു നിരന്തര സപ്പോർട്ടാണ്. അച്ഛനെ ഞാൻ അഡ്വാൻസ് ആയിട്ട് അച്ഛന്റെ പ്രയറിനും ബ്ലെസ്സിങ്ങിനുമായിട്ട് അച്ഛൻ ഏറെ സ്നേഹത്തോടുകൂടി ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. അച്ഛന്റെ ആ ഒരു ചുമതല, ആ ഒരു ക്ലരീഷ്യൻ പ്രോവിൻസിനെ നയിക്കാനുള്ള ചുമതലയിൽ സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഇന്ന് നമ്മൾ ജപമാലയോടുകൂടി ആരംഭിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട ബദനി സിസ്റ്റേഴ്സ് സദേൺ പ്രോവിൻസിലെ പ്രൊവിൻഷ്യലായിട്ടുള്ള സിസ്റ്റർ പ്രിയ റോസിന്റെ നേതൃത്വത്തിൽ വളരെ മനോഹരമായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇന്നത്തെ പ്രോഗ്രാമുകൾ ചെയ്യുവാനായിട്ട് നമ്മളെ നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെ ഏറെ സ്നേഹത്തോടുകൂടി ഓർക്കുകയും അവരുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ദൈവാനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മളെ ഇന്ന് ഗാനത്തിലൂടെ ആദ്യത്തെ ഗാനത്തിലൂടെയും അതുപോലെ സമാപന ഗാനത്തിനും ഒരുങ്ങി വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശാന്തമനസ് ചേച്ചിക്ക് ഏറെ സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു. അതോടൊപ്പം ബൈബിൾ റീഡിംഗ് ആൻഡ് പ്രയർ നടത്തിയ ജെസ്സി തോമസിനും വളരെ മനോഹരമായിട്ട് ഇന്നത്തെ MC ചെയ്ത ബെനിറ്റ ബാജുവിനും, അതോടൊപ്പം ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു 10 ആഴ്ചക്കാലം അവർക്ക് ലഭിച്ച ബോധ്യങ്ങൾ, അനുഭവങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് അവരുടെ ജീവിതത്തിൽ സ്പർശിച്ച, അവരുടെ ജീവിതത്തിൽ ലഭിച്ച ബോധ്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് വേണ്ടി പറയുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് മക്കോളി അച്ഛൻ മുതൽ ജെയിൻ ലൂക്ക്, അതുപോലെ ബീന ജോസഫ്, നിർമ്മല ജെയിംസ്, ആനി തോമസ്, സജിമോൻ തോമസ്, ഡാലിയ KP, ഡെയ്സി പയസ്, എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മുടെ ഈ ഒരു കോഴ്സ് നമ്മളിവിടെ സമാപിക്കുമ്പോൾ ഇതിന്റെ പിന്നണിയിൽ ഈ ഒരു കോഴ്സ് ഇത്രയും മനോഹരമാക്കി തീർക്കുവാനായിട്ട്, ഇത്രയും വിജയകരമായിട്ട് മാറ്റി തീർക്കുവാനായിട്ട് ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച അനേകരുണ്ട്. അപ്പോൾ ഞാൻ ഓരോരുത്തരെയും ഒന്ന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിച്ച്, നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്, എന്നിരുന്നാലും ഒന്ന് അവരുടെ പേരൊക്കെ ഒന്ന് നമ്മൾ ഒന്ന് മെൻഷൻ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അത് മോശമാണ്. അതുകൊണ്ട് അവരുടെ എല്ലാവരെയും ഒന്ന് പേരെടുത്ത് പറഞ്ഞ് അവർക്ക് നന്ദി അർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ 20ാമത്തെ ബാച്ചിന്റെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ടെസി മാത്യു, ബീന മാത്യു ആൻഡ് പൗലോസ് MI ആണ്. അപ്പൊ 3 പേർക്കും ഈ ഒരു മിസ്യോ ടീമിന്റെ പേരിൽ, ഇതിലെ പാർട്ടിസിപ്പൻസിന്റെ പേരിൽ, എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. ദൈവം സമൃദ്ധമായിട്ട് ഇനിയും അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ ഒരു ബാച്ചിലെ പാർട്ടിസിപ്പൻസിനെ വളരെ മനോഹരമായിട്ട് നയിക്കുവാനായിട്ട് നമുക്ക് മെന്റേഴ്സ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഈ മെന്റേഴ്സിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകി അവരെ കൃത്യമായിട്ട് നയിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും ഒക്കെ നൽകി മെന്റേഴ്സിനോടൊപ്പം എന്നും ഉണ്ടായിരുന്ന മെന്റർ കോർഡിനേറ്റർ ജെസ്സി തോമസ്, എസ്റ്റേറ്റിയോടൊപ്പം മിനി ജോഷി, ഫ്രാൻസിസ് CD ആൻഡ് ഡോക്ടർ ടെൻസി, ഇവർ 4 പേരും വളരെ സുത്യർഹമായിട്ടുള്ള ഒരു സേവനം ചെയ്തു. അവരെ ഓരോരുത്തരെ ഈ നിമിഷം ഓർക്കുകയും അതോടൊപ്പം മെന്റേഴ്സ് ആയിട്ട് പ്രവർത്തിച്ച എല്ലാവരെയും അവർക്ക് നന്ദി പറയുകയും അവരുടെ പ്രയത്നങ്ങളെ അഭിനന്ദിക്കുകയും അവരുടെ ജീവിതത്തിൽ ഇനിയും ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം നമുക്കറിയാം, എല്ലാ ദിവസവും നമുക്ക് വേണ്ടിയിട്ട് ദൈവവചന ഭാഗങ്ങൾ നമ്മുടെ വിചിന്തനത്തിനായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് എല്ലാ ദിവസവും കൃത്യതയോടുകൂടി
നമ്മുടെ ആ ഒരു വിഷയത്തിന് ചേരുന്ന വിധത്തിലുള്ള ദൈവവചന ഭാഗങ്ങൾ നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് നൽകിക്കൊണ്ടിരുന്നത് നമ്മുടെ റോസ് ചേച്ചിയും അതുപോലെ വത്സമ ജോസഫുമായിരുന്നു. രണ്ടുപേരെയും ഏറെ സ്നേഹത്തോടുകൂടി നന്ദിയോടുകൂടി ഈ നിമിഷം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ നമുക്കറിയാം, ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ നമ്മുടെ ഓരോ പ്രോഗ്രാമിന്റെയും MC ആയിട്ട് വളരെ മനോഹരമായിട്ട് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുവാനായിട്ട് ലീഡ് ചെയ്യുവാനായിട്ടുണ്ടായിരുന്ന MC-മാരെ തെരഞ്ഞെടുക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി അവരെ നയിക്കുകയും ചെയ്ത MC കോർഡിനേറ്റേഴ്സ് സീന ക്ലീറ്റസ് ആൻഡ് ജെയിൻ ലു അവരെ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം ഈ കഴിഞ്ഞ പ്രോഗ്രാമുകളിലെല്ലാം MC ആയിട്ട് സുദൃഢമായിട്ട് ആ ഒരു ദൗത്യം നിർവഹിച്ച എല്ലാ MC-മാരെയും സ്നേഹത്തോടെ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ്. അതുപോലെ ജപമാല കോർഡിനേഷനായിട്ട് ഓരോ ദിവസവും ജപമാലയ്ക്ക് വേണ്ട കുടുംബങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അവരെ നയിച്ച MC കോർഡിനേറ്റേഴ്സ് മേഴ്സി തോമസിനും ലിസമ കോശിക്കും ഏറെ സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. അതുപോലെ ഓരോ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ നമുക്ക് വേണ്ടിയിട്ട് ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് ആൾക്കാരെ കണ്ടെത്തി അവർക്ക് ആ ഒരു ട്രെയിനിങ് ഒക്കെ നൽകി അവരെ നയിച്ച നമ്മുടെ ഫ്രാൻസിസ് CD-യെയും ഫ്രാൻസിസ് AC-യെയും ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടു കൂടി ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. അതുപോലെ ഓരോ ദിവസവും പാട്ടുകൾ പാടി എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ ബൈബിൾ റീഡിംഗ് ആൻഡ് പ്രയർ അതിനു വേണ്ടിയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകി അവരെ നയിച്ച പുഷ്പ ആന്റണി ആൻഡ് ജോൺ തോമസ് അവരെ ഏറെ സ്നേഹത്തോടുകൂടി ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ബൈബിൾ റീഡിങ്ങും പ്രയറും നടത്തിയ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയും അവരെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒപ്പം അനുഭവ സാക്ഷ്യങ്ങള് ടെസ്റ്റിമണിയിലൂടെ നമ്മുടെയൊക്കെ നയിച്ച അവരുടെ ജീവിത അനുഭവങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവെക്കുവാനായിട്ട് അവരെ ഒരുക്കി അവർക്ക് ആ ഒരു കോർഡിനേഷൻ നൽകിയ നാൻസി ബോവൻ അതോടൊപ്പം ലിസി സണ്ണി ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച ഓരോരുത്തർക്കും ഈ നിമിഷം നന്ദി പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൊക്ലമേഷൻ നടത്തുവാനായിട്ട് ആൾക്കാരെ കണ്ടെത്തി അവർക്ക് വേണ്ട പരിശീലനങ്ങളൊക്കെ നൽകി അവരെ ഒരുക്കിയ കാർമെലി ജോണിനും അതുപോലെ ടോജി മാത്യുവിനും നന്ദി പറയുന്നു. അവരുടെ സേവനങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയും പ്രൊക്ലമേഷൻ നടത്തിയ ഓരോരുത്തരെയും സ്നേഹത്തോടുകൂടി ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഈ ദിവസങ്ങളിലെല്ലാം നമ്മളോടൊപ്പം അനേകം വൈദികര് നമുക്ക് വേണ്ടിയിട്ട് സമാപന സന്ദേശം നൽകുവാനായിട്ടും ആശീർവാദം നൽകുവാനായിട്ടും കടന്നു വരികയുണ്ടായി. എല്ലാ അച്ഛന്മാരെയും ഏറെ സ്നേഹത്തോടുകൂടി നന്ദിയോടുകൂടി ഈ നിമിഷം ഓർക്കുകയും മിസ്സിയോ ടീമിന്റെ പേരിലുള്ള നന്ദി ഏറെ ഹൃദ്യമായിട്ട് അർപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനു വേണ്ടിയിട്ട് ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഓരോ അച്ഛന്മാരെയും കോൺടാക്ട് ചെയ്ത് അവരെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നയിച്ച നമ്മുടെ ടോമിച്ചൻ പുല്ലങ്കാവങ്കൽ ടോമിച്ചനെ ഏറെ സ്നേഹത്തോടുകൂടി നന്ദിയോടുകൂടി ഓർക്കുകയും ചെയ്യുന്നു. അതുപോലെ മറ്റൊരു ടീമാണ് ഇതിനു വേണ്ടിയിട്ട് മൊബിലൈസേഷൻ നടത്തിയ നമ്മുടെ ഗ്രൂപ്പിൽ ആൾക്കാരെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവരെ വിളിച്ച് അവരെ ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി അവരെ ഗ്രൂപ്പിൽ ഭാഗമാക്കുവാനായിട്ട് ഒത്തിരി എഫേർട്ട് എടുത്ത ഒരു വ്യക്തിയാണ് ക്ലീറ്റസ് പോൾ. ക്ലീറ്റസിനെ ഏറെ സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. ഒപ്പം ജെസ്സി തോമസ്, പുഷ്പ ആന്റണി, സെൽഡ ജോർജ്, ഫ്രാൻസിസ് CD അവരുടെ പ്രവർത്തനങ്ങളെയും ഏറെ സ്നേഹത്തോടുകൂടി നന്ദിയോടുകൂടി ഓർക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾക്ക് ദൈവസമൃദ്ധമായി അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തർക്കും ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരെയും ഞാൻ ഏറെ സ്നേഹത്തോടുകൂടി നന്ദിയോടുകൂടി ഓർക്കുകയാണ്. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഈ ഒരു ഓൺലൈൻ പ്രോഗ്രാം പൂർണ്ണമാവില്ല. അതുകൊണ്ട് ഇതിൽ പങ്കെടുത്ത ഓരോ വ്യക്തികളെയും ഏറെ സ്നേഹത്തോടുകൂടി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ നമുക്കറിയാം, നമ്മുടെ ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിലൂടെ നമുക്കിത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇവിടെ പങ്കെടുക്കുവാനായിട്ട് ഇതിൽ ഭാഗവാക്കുകളാകുവാനായിട്ട് ഈ ഒരു സൂം പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടി ഒരുക്കി തരുന്ന എല്ലാ മാസവും അതിനു വേണ്ടിയിട്ട് നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ നവീൻ ആൻഡ് ഫാമിലി, ന്യൂസിലൻഡിലായിരിക്കുന്ന നവീനെയും ഫാമിലിയെയും ഏറെ സ്നേഹത്തോടുകൂടി ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഏറെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം സ്നേഹത്തോടുകൂടി ഓർത്തുകൊണ്ട് എല്ലാവരെയും ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഏതാനും ഒരു അനൗൺസ്മെന്റുകളും കൂടെ ഉണ്ട്. അപ്പൊ അതിലേക്കും കൂടി ഒന്ന് കടന്ന് അനൗൺസ്മെന്റുകൾക്ക് ശേഷം നമുക്ക് അതിന്റെ സമാപന ആശീർവാദത്തിലേക്ക് നമുക്ക് കടക്കാം. പ്രിയപ്പെട്ടവരെ, ഗ്രൂപ്പുകളിൽ അറിയിച്ചതുപോലെ നിങ്ങൾക്കറിയാം, നമ്മുടെ 20ാമത്തെ ബാച്ച് ഇവിടെ അവസാനിക്കുകയാണ്. 21ാമത്തെ ബാച്ച് ഓഗസ്റ്റ് 1-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് നമ്മുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളെ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ ഇതിൽ പങ്കുകാരാക്കുവാനായിട്ട് ഇതിന്റെ ഒരു ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുത്ത് അടുത്ത ബാച്ചിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് ചേർക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഈ ഓൺലൈനായിട്ട് നടത്തുന്ന കോഴ്സ് ഒരു പ്രിലിമിനറി കോഴ്സാണ്. നമ്മുടെ മെയിൻ കോഴ്സിലേക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്യുവാനായിട്ട് നടത്തുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. നമ്മുടെ ഫുൾ കോഴ്സ് മിസ്സിയോ ഫുൾ കോഴ്സ് എല്ലാ മാസവും അതിൽ ഏകദേശം 34ഓളം ക്ലാസ്സുകളുമായിട്ട് നമ്മൾ
6 ദിവസത്തെ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ മാസവും കറുകുറ്റി മിസിയോ ഭവനിൽ വെച്ച് മലയാളത്തിലെ കോഴ്സുകൾ നടത്തുന്നുണ്ട്. അടുത്ത കോഴ്സ് ജൂലൈ 13 മുതലാണ് ആരംഭിക്കുക. അപ്പോൾ അതിൽ പങ്കെടുക്കുവാനായിട്ട് താല്പര്യമുള്ളവര് 9746917273 എന്ന നമ്പറിലോ 7012574557 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. പ്രിയപ്പെട്ടവരെ, അതുപോലെ നമ്മുടെ ഇടവകളിലും നമ്മുടെ കുടുംബ യൂണിറ്റുകളിലും നമ്മുടെയൊക്കെ ഇടവകളിലെ ഭക്ത സംഘടനകൾക്കും മതാധ്യാപകർക്കും ഒക്കെയായി മിസിയോ ഫുൾ കോഴ്സ് വികാരിയച്ഛന്മാരോട് അനുവാദത്തോടു കൂടി സംഘടിപ്പിക്കുവാൻ താല്പര്യമുള്ളവര് മിസിയോ ടീമിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തി തരുന്നതായിരിക്കും. അതുപോലെ 3 ഭാഷകളിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും റെസിഡൻഷ്യൽ കോഴ്സുകൾ നടത്തുന്നതിനായിട്ട് മിസിയോ ടീം ലോകത്തിന്റെ ഏത് ഭാഗത്തും പോയി കോഴ്സുകൾ നടത്താനായിട്ട് തയ്യാറാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള എവിടെയെങ്കിലും ഇങ്ങനത്തെ പ്രോഗ്രാം നടത്തുവാനായിട്ട് മിസിയോ ടീമിന്റെ കോഴ്സുകൾ നടത്തുവാനായിട്ട് താല്പര്യമുള്ളവർ മിസിയോ ടീം റിസോഴ്സ് ടീം അംഗങ്ങളുമായിട്ട് ബന്ധപ്പെടുക. മിസിയോ വൈബ്സ് എന്ന പേരിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഒരു ഓൺലൈൻ ന്യൂസ് ലെറ്റർ പുറത്തിറങ്ങുന്നുണ്ട്, PDF ഫയലായിട്ടും. അതുപോലെ തന്നെ യൂട്യൂബിൽ ഓഡിയോ ആയിട്ടും നിങ്ങൾക്ക് അത് ലഭ്യമാണ്. നമ്മളൊരു മിഷൻ ആണെന്നുള്ള ഒരു ബോധ്യം നൽകുവാൻ ഉതകുന്ന ലേഖനങ്ങളാണ് അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും അത് വായിക്കുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മുടെ മിസിയോ ടീമിന്റെ ഒരു നട്ടെല്ല് എന്ന് പറയുന്നത് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ടീമാണ്. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ മിസിയോ മധ്യസ്ഥ പ്രാർത്ഥന ടീം അവർ ഒരുമിച്ച് ചേർന്ന് മിസിയോ ടീമിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ ഒരു മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മയെ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവര് ഗ്രൂപ്പ് മെമ്പേഴ്സിനെ അറിയിക്കുക. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്, അനോണിമസ് ആയിട്ടുള്ള ഒരു മെസ്സേജുകൾക്കും നമ്മുടെ ഗ്രൂപ്പുകളിൽ വരുന്ന ഒരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മിസിയോ കുടുംബത്തിൽ നിന്ന് ആരും പണസംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിനും ആരും നിങ്ങളും വിളിക്കുകയോ അങ്ങനെ ഒരു റിക്വസ്റ്റ് വരികയുമില്ല. അതുകൊണ്ട് അങ്ങനെ വരുന്ന എന്തെങ്കിലും കോളുകളോ മെസ്സേജുകളോ ലഭിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു വിവരം അറിയിക്കുകയും ആ നമ്പർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് അങ്കിൾ. അടുത്തതായി ഫൈനൽ പ്രെയറിനും ബ്ലെസ്സിങ്ങിനുമായി ഫാദർ സിബി ഞാവള്ളി കുന്നേൽ CMF പ്രൊവിൻഷ്യൽ സെന്റ് തോമസ് ക്ലാരിറ്റൻ പ്രൊവിൻസ് കറുകുട്ടി അച്ഛനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹമുള്ള ആലിക്കുട്ടി ടീച്ചർ, പ്രിയ അൽസ്നച്ച, ജോസഫ് അച്ച, പ്രിയ മിസിയോ കുടുംബാംഗങ്ങളെ, ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഈ വചന സമ്മേളനത്തിൽ വചന കൂട്ടായ്മയിലേക്ക് വരുവാനായിട്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:15 ദൈവവചനം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരം. അപ്രകാരം ലൂക്കായുടെ സുവിശേഷം 1:44 നമുക്കറിയാം, പരിശുദ്ധ അമ്മ ദൈവവചനത്തിൻ്റെ പൂർണ്ണത ആയത് അവളുടെ ഹൃദയത്തിലും ഉദരത്തിലും അവനുണ്ടായിരുന്നു, വചനമുണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം 1 മുതൽ തിരുവചനങ്ങളിൽ ആദ്യത്തെ ആ വചനം മാംസമായത് അമ്മയിലൂടെയാണ്. അമ്മ ആ വചനവുമായിട്ട് എലീശയുടെ മുന്നിൽ ചെന്നപ്പോൾ ആ പാദം തന്നെ ശരീരം മുഴുവൻ അലങ്കൃതവും അനുഗ്രഹീതവുമായിരുന്നു. അതിനാൽ തന്നെ ഉണ്ടായ മഹാ അത്ഭുതം എലീശയുടെ വീട്ടിൽ അവൾ പ്രവേശിച്ചപ്പോൾ തന്നെ അവളുടെ അഭിവാദനം പരിശുദ്ധ അമ്മയുടെ അഭിവാദനം ഹൃദയത്തിൽ നിന്ന് വന്നതും ഉദരത്തിന്റെ ഫലമായി ഈശോയുടെയും കൂടെ അഭിവാദനമാണ്. സ്വാഭാവികമായും അത് ആനന്ദം കൊണ്ട് അവളുടെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി. അപ്പോൾ വചനം കേൾക്കുകയും വചനം മനനം ചെയ്യുക, വായിക്കുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, വചനത്തിൽ ലയിക്കുക, ഇത്രയും കാര്യങ്ങളാണ് മിസിയിലെ കുടുംബാംഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പരിശുദ്ധ അമ്മയെപ്പോലെ വചനം കേട്ടു, വായിച്ചു, ധ്യാനിച്ചു, പ്രാർത്ഥിച്ചു, ലയിച്ചു. അപ്പം നിങ്ങളുടെ പാദങ്ങൾ അനുഗ്രഹീതമാണ്. ഈ സായം സന്ധ്യയിൽ സ്വദേശത്തും വിദേശത്തുമായി നിങ്ങൾ വചനത്തിൽ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാൻ ആഗ്രഹിച്ച് മത്തായിയുടെ സുവിശേഷം 7:24-25 പാറമേൽ ഭവനം പണിയുകയാണ് നിങ്ങൾ. ഈ ലോകത്ത് നിന്ന് എല്ലാവരും മണൽ തിട്ടയിലും അതുപോലെ ഇളകി മറിഞ്ഞിടത്തൊക്കെ ഭവനം പണിത് തകരുന്ന കാഴ്ചകളും വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധയോടുകൂടി സമയം കണ്ടുപിടിച്ച് ഈ സായം സന്ധ്യയിലും പലരും ഉറങ്ങാൻ നേരത്തും തമ്പുരാന് വേണ്ടി വചനം പഠിക്കുവാനായിട്ട് തമ്പുരാന്റെ വചനം നമ്മളിലേക്ക് സ്വാംശീകരിച്ച് അത് കത്തിജ്വലിപ്പിക്കാൻ പ്രകാശമയമാക്കുവാനായിട്ട് നിങ്ങൾ ഇറങ്ങിയത്. അത്രയും പേരിലൂടെ ദൈവവചനം ഞാൻ പലപ്പോഴും മിസിയോ അഡ്രസ് ചെയ്യും പറയാറുണ്ട്. വൈദികരുടെയോ സമർപ്പിതരുടെയോ സഭയുടെ ഈ മേൽപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്നവരുടെ മാത്രം ഉത്തരവാദിത്വമല്ല, സർവോപരി മാമോദീസ സ്വീകരിച്ച എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്വമാണ് കേട്ട വചനം പിശുക്ക് കൂടാതെ പങ്കുവെച്ചു കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത്. അറിവുള്ളവരെ കൂടുതൽ ജ്ഞാനിയാക്കുന്ന വചനം,
തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന എല്ലാവരും തന്നെ റിട്ടയർഡ് ആയിട്ടുള്ള ഓഫീസ് ഉദ്യോഗസ്ഥരുണ്ട്, പ്രൊഫസേഴ്സ് ഉണ്ട്, വീട്ടമ്മമാർ, അപ്പന്മാര്, യുവജനങ്ങള്, യുവാക്കന്മാര്, ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ എന്നാണ് നമ്മുടെ വിശുദ്ധ കുർബാന അവസാനത്തെ ആശീർവാദത്തിൽ ഇപ്പോൾ ഈ ശ്രീകാലത്ത് നമ്മൾ കൈയുയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന അവസാനത്തിൽ എനിക്കും ഈ ആശീർവാദ പ്രാർത്ഥന വരുമ്പോൾ, നിങ്ങൾ അനുഗ്രഹീത ജനം, നിങ്ങളുടെ ഹൃദയത്തിന്റെ നിറവിൽ ഈശോ എന്നും പിറക്കുന്നുണ്ട്. ആ വചനം കെടാതെ ദീപശിഖയായി ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് അനുഗ്രഹം നേരുന്നു, നിങ്ങളുടെ പ്രദേശവാസികൾക്ക് അനുഗ്രഹം നേരുന്നു. നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ അഭിഷേകമായി മാറുവാൻ വചനം നിങ്ങളുടെ ഇടയിലും മാംസമായി അഭിഷേകമായി ആനന്ദമായി ഭവിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹെബ്രായരുടെ ലേഖനം 4:12 ദൈവവചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. നല്ല തമ്പുരാനെ, നിന്റെ വചനം ഊർജ്ജസ്വലമാണ്. എന്നെ കേൾക്കുന്ന ഈ മിസ്യോ കൂട്ടായ്മയിൽ എല്ലാവരെയും വചനം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മയെപ്പോലെ ലൂക്ക 1:44 ചെല്ലുന്നിടത്തൊക്കെ അഭിഷേകമായി തീരാൻ, ആനന്ദം കൊടുക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ വരദാനമായ ഫലമായ ആനന്ദം കൊടുക്കുവാൻ, ഇന്ന് ഏറ്റവും ലോകത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ആനന്ദം മിസ്യോ കുടുംബാംഗങ്ങളിലൂടെ ആയിരിക്കുന്നിടത്തും ആകാനിരിക്കുന്നിടത്തും പോകുന്നിടത്തെല്ലാം അഭിഷേകമായി തീരുവാൻ, ആനന്ദം കൊടുക്കുവാൻ, അങ്ങനെ ഏകസത്യ ദൈവമാൻ നിന്നിലൂടെ മാത്രമാണ് ലോകത്തിന്റെ രക്ഷയെന്ന് ദൈവജനം തിരിച്ചറിയുവാനായി പ്രശോഭിതമായ ഒരു അന്തരീക്ഷം കൊടുക്കുവാനായി, പ്രക്ഷുബ്ധമായിട്ടുള്ള അന്തരീക്ഷത്തിൽ, വിഘടിച്ചു നിൽക്കുന്ന ലോകത്തിൽ, പൈശാചിക ബന്ധനങ്ങൾ കൂടി വരുന്ന ലോകത്തിൽ, ദൈവവിശ്വാസം ആഴത്തിലുള്ള വചനത്തിലുള്ള ധ്യാനാത്മകത കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ വചന ദീപങ്ങളായിട്ട് മിസ്യ കുടുംബാംഗങ്ങളെ യാത്ര ചെയ്യുവാനായിട്ട് അനുവദിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല തമ്പുരാനെ, തടസ്സങ്ങളായിട്ടൊന്നും ഉണ്ടാകാതിരിക്കാൻ, പിശാചി ഏതെങ്കിലും രീതിയിൽ തടസ്സമായുടെ മുന്നിൽ വരുമ്പോൾ ഈശോയെ നീ ഇവരെ ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും അഭിഷേകമായി മാറുകയും ചെയ്യണമേ. നല്ല തമ്പുരാനെ, പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് നീ ഉപയോഗിച്ച ദൈവത്തിന്റെ വചനം, നിന്റെ വചനം, അത് ശക്തമാണ്, അനുദിനം ആഹാരമാണ്. സർവോപരി ഏതു തരത്തിലുള്ള പ്രലോഭനങ്ങളെയും ദൂരെ അകറ്റാനുള്ള ദൈവിക മന്ത്രമാണ് നിന്റെ വചനം. ആ വചനം ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ മുന്നിൽ വരുന്ന എല്ലാ തടസ്സങ്ങളെയും എതിർത്ത് തോൽപ്പിക്കുവാനായി നല്ല തമ്പുരാനെ, ആഹാരത്തിന്റെ പ്രലോഭനം ഉണ്ടായപ്പോൾ ദൈവത്തിന്റെ വചനം മത്തായി 4:4 അതുകൊണ്ടാണല്ലോ പിശാചിനെ നീ തുരുത്തിയത്. അപ്രകാരം ഇവരുടെ മുന്നിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും ദൈവജനം കൊണ്ട് തുരുത്തുവാനായിട്ട് ഇവരെ അനുഗ്രഹിക്കണമേ. വചനം മാംസമായി ഇവരുടെ ഇടയിലും, വചനം ആനന്ദമായി ഇവരുടെ ഇടയിലും, വചനം വലിയൊരു അഭിഷേകമായി ഇവരുടെ ഹൃദയത്തിലും ഇവരുടെ നാവും തുമ്പത്തും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും മിസ്യ കുടുംബാംഗങ്ങളിലും, ഇവരായിരിക്കുന്ന കുടുംബാംഗങ്ങളിൽ എല്ലായിടത്തും, ഇവരായിരുന്ന പ്രദേശങ്ങളിലും സർവ്വതാ നിറയുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക് യു സോ മച്ച് അച്ഛാ. തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ ഇവിടെ വന്നിരാൻ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നേ ദിവസം മനോഹരമായി 20ാമത്തെ ബാച്ച് ഇവിടെ പൂർണ്ണമാവുകയാണ്. സമയം മാറ്റിവെച്ച് വന്ന നിങ്ങൾ ഓരോരുത്തരെയും ഓർത്ത് നന്ദി പറയുന്നു. നമ്മുടെ മിസ്സിയോയുടെ ഷെയറിങ്ങിലൂടെ കേട്ട കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ച് ആ പരിശുദ്ധാത്മാവിനെ ഏറ്റെടുത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ലോകമെമ്പാടും ഈശോയുടെ പ്രേക്ഷിതരാവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കൺക്ലൂഡിംഗ് സോങ്ങിനായി സാന്ത മനൻസ് ആന്റിയെ ക്ഷണിക്കുന്നു. മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ തിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം ഓ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ല് പോലെ വസന്തത്തിൻ പനിനീർപ്പു പോലെ നീർച്ചാലിനരികിൽ ലില്ലി പോലെ മാതേ മരിയേ
നീ എൻ്റെ മനസ്സിൻ്റെ ദീപം ഓ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം